ബഹുമാന്യരെ, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ ആലപ്പുഴ ജില്ലാ ഘടകവും ജില്ലാ ഭരണകൂടവും ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും സംയുക്തമായി നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിശീലന പരിപാടിയുടെ മൂന്നാമത്തെ സെഷൻ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ അലക്സാണ്ടർ സാറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സാറ് വൈകാതെ നമ്മോടൊപ്പം ചേരും. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ ധർമ്മേഷ് ഷാ സംസാരിക്കും. ലോയേഴ്സ് ഇനിഷ്യേറ്റീവ് ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ലൈഫ് എന്ന സംഘടനയുടെ സീനിയർ ടെക്നിക്കൽ അഡ്വൈസറാണ്. തുടർന്ന് അരമണിക്കൂർ സമയം ധർമ്മേഷ് ഷാ സാറിന്റെ വിഷയാവതരണത്തിന് ശേഷം ഗ്രീൻ ആർമി ഇന്റർനാഷണലിന്റെ മെന്റർ ശ്രീ കൃഷ്ണകുമാർ സാറ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുശേഷം ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും വിശദീകരണങ്ങൾ ലഭിക്കുവാനും ഒക്കെ. അതിനുശേഷം SNDP HSS കുട്ടമംഗലത്തെ പ്രേമ വി കൃഷ്ണൻ ടീച്ചർ മീറ്റിംഗ് റിവ്യൂ അവതരിപ്പിക്കും. ആ മീറ്റിംഗ് റിവ്യൂ അവതരണത്തിന് ശേഷം കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ, ഈ പദ്ധതിയുടെ പ്രധാന ചുമതലക്കാരിൽ ഒരാളുമായ നമ്മോടൊപ്പം നിർദ്ദേശങ്ങൾ നൽകിക്കൂടെയുള്ള ശ്രീ ബിജു ബി സാറ് പ്രോജക്ട് ഡിസ്കഷൻ നടത്തി സംസാരിക്കും. രശ്മി ടീച്ചർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തുള്ള രശ്മി ടീച്ചർ നന്ദി പറയുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കും. അതാണ് ഇന്നത്തെ അജണ്ട. ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നത്തെ ഗൗരി പ്രിയയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഉലകയിൽ വിരിയും സുമം പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിലവളെ ഒരുക്കിടും പരമജ്ഞാനമി ദൈവമേ കൈപ്പണങ്ങി നമിപ്പു ഞാൻ. പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ഉണർന്നു വിളിക്കയായി ഉണരും സാദരനിരിഞ്ഞൊരു രാവുറങ്ങി കനിവു പോലിത പുതുദിനം ഇന്നലെ ദിനാകുലം പുലരി മഞ്ഞള പോൽ ഒഴുകി മറയും ഉദയശോഭ ഉദയവൻ ചൊരിയും ശുഭം പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിലവളെയൊരു ഇടും പരമജ്ഞാനമി ദൈവമേ കൈവണങ്ങി നമിപ്പു ഞാൻ. കൈവണങ്ങി നമിപ്പു ഞാൻ. കൈവണങ്ങി നമിപ്പു ഞാൻ. ഇന്നത്തെ നമ്മുടെ ഈ പരിശീലന പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ കൺവീനർ ഭരതകുമാരി ടീച്ചറാണ്. ഈ പരിപാടിക്ക് എന്നല്ല എല്ലാ പരിപാടിക്കും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കുട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ശക്തി കേന്ദ്രം തന്നെയാണ് ഭരതകുമാരി ടീച്ചർ. ഭരതകുമാരി ടീച്ചറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ഥിര അധ്യക്ഷൻ ബഹുമാന്യനായ ജില്ലാ കളക്ടർ അലക്സാണ്ടർ അവർ, ഗൈഡൻസിന്റെ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ മാർക്കസ്, ബഹുമാന്യരായ അതിഥികൾ ശ്രീ ധർമ്മേഷ് ഷാ അവർ, ശ്രീ കൃഷ്ണകുമാർ അവർ, അതോടൊപ്പം നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ ബിജു സാർ, നിഷ ടീച്ചർ,
മിനി ടീച്ചർ ഷിഹാബ് സാർ, മറ്റ് ആദരണീയരായിട്ടുള്ള സൗഹൃദ കരിയർ അധ്യാപകർ, ഒപ്പം മാം പ്രിയങ്കരായ നമ്മുടെ കുട്ടികൾ. പറയൂ. മാം ക്ലാസ്സിന് കയറാൻ ഒക്കുന്നില്ലെന്ന് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഒന്നുകൂടെ ഒന്ന് അവര് പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ കയറാൻ പറയും. ഓക്കെ മാം. ആലപ്പുഴ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആലപ്പുഴ ജില്ലാ ഘടകവും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുതിയ തലമുറയിൽപ്പെട്ട +1 വിദ്യാർത്ഥികളെ പരിസ്ഥിതി പ്രവർത്തകരുടെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റിക്കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തുടക്കം കുറിച്ച് കേരളത്തിൽ മുഴുവൻ ഈ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അനവധി ട്രെയിനിങ്ങുകളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന കുട്ടികൾ ഈ ജില്ലയിൽ നിന്നും എല്ലാ സ്കൂളിൽ നിന്നും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രത്യേക ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരാണ്. എല്ലാ തവണയും നമ്മൾ അവർക്ക് റെസിഡൻഷ്യൽ ആയിട്ടാണ് ട്രെയിനിങ് നൽകുക. ഈ തവണ ഓൺലൈൻ ആയിട്ടാണ് അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളത്. ആ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിനായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് സാറിന്റെ ക്ലാസ് സമയം അധികം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേഗത്തിൽ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദരണീയനായ ജില്ലാ കളക്ടർ നമ്മുടെ കഴിഞ്ഞ 2 പരിപാടികളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട്. ഇന്നും അദ്ദേഹം തിരക്കിനിടയിൽ നമ്മളോടൊപ്പം ചേരും. ഏതായാലും നമ്മുടെ പ്രോഗ്രാമിന്റെ എല്ലാം അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടത് ആദരണീയനായ ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും സാറിന് ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരവോടുകൂടി സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ സുനിൽ മാർക്കോസ് സാറാണ്. സാർ ഏതോ യാത്രയിലാണ്. അദ്ദേഹം കാറിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ജില്ലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന യുവ നേതാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിന്റെ ഉത്സാഹമാണ് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് നടത്തുന്നതിന് സാധിക്കുന്നത്. ഏറെ ആദരവോടുകൂടി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ മാർക്കോസ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥികൾ, പദ്ധതിയുടെ ഇന്നത്തെ ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹത്തിന് നേരത്തെ പരിചയമില്ല. പക്ഷേ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹമൊക്കെ സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയും പ്രചോദനവുമാണ്. അദ്ദേഹം സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ ആണ്. ലോയേഴ്സ് ഇനിഷ്യേറ്റീവ് ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ സീനിയർ ടെക്നിക്കൽ അഡ്വൈസറായ ശ്രീ ധർമ്മേഷ് അവർകളെ ഏറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രീൻ ആർമി ഇന്റർനാഷണൽ മെന്റർ ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ അവർകളെ ഏറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ മീറ്റിംഗിന്റെ റിവ്യൂ അവതരിപ്പിക്കുന്നത് നമ്മുടെ കുട്ടനാട്ടിലെ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപിക ശ്രീമതി പ്രേമ വി കൃഷ്ണൻ ആണ്. ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോജക്ട് ഡിസ്കഷൻ നടത്തുന്നത് നമ്മോടൊപ്പം എപ്പോഴുമുള്ള ബഹുമാന്യനായ എൻവയോൺമെന്റൽ എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആലപ്പുഴ ജില്ലയിലെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന
സാറാണ്. ബിജു സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നന്ദി ആശംസിക്കുന്നത് സൗഹൃദ കോർഡിനേറ്ററും തിരുവനന്തപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള എല്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് നൽകിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഫാക്കൽറ്റിയുമായ രശ്മി ടീച്ചറാണ്. ടീച്ചറെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രോഗ്രാമിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിഷ ടീച്ചർ, നിഷ ആൻഡ് ജേക്കബ് ടീച്ചറാണ് ഈ പ്രോഗ്രാം നമുക്കായിട്ട് കൊണ്ടുവന്നത്. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ കൺവീനറും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് മേടിച്ച ആളുമാണ് നിഷ ടീച്ചർ. ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനി ജോസഫ് ടീച്ചർ ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലാ കൺവീനറും അതോടൊപ്പം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കരിയർ ഗൈഡൻസ് വിഭാഗത്തിൽ ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും പങ്കെടുത്തിട്ടുള്ള സ്പെഷ്യൽ ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ്. ടീച്ചറെ ഏറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഷിഹാബുദ്ദീൻ സാർ, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സൗഹൃദ കരിയർ കോർഡിനേറ്റർമാരായിട്ടുള്ള അധ്യാപകർ, ഒപ്പം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. കളക്ടർ അസിസ്റ്റന്റ് സാർ, റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ടോ സാർ? ഹലോ സാർ. Range network issue maybe. We'll continue now we welcome Ramesh sir, Chief Technical Advisor, Lies Initiative, Environmental Forest. സാർ പറയുന്നു. പറഞ്ഞോളൂ സാർ. വിഷയാവതരണമാണ്. ഇനി വിഷയാവതരണമാണ് ലൈഫിന്റെ സീനിയർ ടെക്നിക്കൽ അഡ്വൈസറായ ശ്രീ ധർമ്മേഷ് സ്നേഹത്തോടെ വിഷയം. Should I start? Okay sir. Welcome. So, do I need to give some time for translation, or is it okay to go ahead on? You can continue, sir. If Translation not required? I don't think. If we go for it, maybe go at a slow pace. Okay. So I will just start sharing my screen. So my name is Dharmesh. I think ma'am has introduced me already. I will be talking a bit about because I was told that this is about young people and what career paths they should take, because there is a lot of other things that can be done beyond becoming a lawyer, doctor, or an engineer. Especially young people who are going to inherit a world which has so many problems, and environment is a major problem, as we all know, and as you've all probably learned in your classes as well. We have so many issues, right from global warming to climate change to species dying. A lot of animals, a lot of species are going extinct, and one big problem we have is plastics. So I'll be talking a bit about plastics today, because this is something that we all can relate to, especially young people who are we are all consumers of plastics, so, and it is also one of the biggest problems on the planet right now. So what I would like to start talking about, and before we go into the topic of plastics, we need to understand how the planet works. So
in nature there is no concept of waste. So this gentleman you see here, he's a professor, and he put that plant into that big glass bottle in 1960, and then 1972 he watered it just once, and then he sealed the bottle, and he just left it out in the sun, and the plant has been living in that for so many years, and it's still alive. We are in 2021 now. So this is how the planet works. It is a closed cycle. There is no concept of waste. Anything that dies is taken back by the system as a resource. But when humans came into the picture, we started creating waste. The idea of waste began. So in the same way as that, we have different cycles. Everything on the planet is a cycle. We have the carbon cycle, the phosphorus cycle, nitrogen cycle, the water cycle, the oxygen cycle. And this is all what you probably have learned in your science class. Very simple, ecology and biology and ecosystem services. This is how they work. But so this is how our system is. It's a linear system. Everything else in the planet goes in a circle, but we have a linear system. So we take stuff, we extract minerals from the earth. So we take oil, we take metals, we take trees, we make wood, oil to make plastics. It goes into the factory where all the material is produced, and then it goes into these big malls where we go and shop, and then we consume it, and then we dispose it. Disposing is basically where our main problem is right now with plastics. We don't know where to throw it, so all of it is going into the environment and causing pollution. So when did this problem actually began? When did plastics become so popular? This happened somewhere around after World War II in the 1950s, where there were a lot of shortages in stuff that we use every day, like non-plastic material stuff like rope and rubber, metal, paper. There was a lot of dearth of it, and that's when the idea of plastics was introduced for the first time in the lab, and then it became very, very popular. Earlier it was for very everyday, not for everyday use items, but then soon it became very cheap to make plastics. Now we have everything made of plastic, right, from spoons to forks to plates, and then we had a throwaway living. So as we progress, we realize that we don't need to save these things, we can use it and throw it. And that's where most of our problems began, because we stopped saving stuff. We started thinking that it's okay to use something for one time and throw it away. So what are plastics made of? And this is chemistry basically. You have plastics, which is petroleum basically, and chemicals are mixed. A lot of colors, different dyes are used, and this is a combination of all these chemicals along with petroleum is plastics in a very simple way. Because it's synthetic, it is man-made. It doesn't break down in the environment. Plastics. So the first item of plastic that was made is still in the environment now. It has not been destroyed. So you can imagine the plastic's life it spans thousands of years. Sorry? I can't hear you. No. Sir, given Okay, that's not a question. Okay. So plastic does not biodegrade in the environment. So what happens is when you throw it out in the environment, it basically breaks down into small pieces, and that's how you get the plastic. It goes into a water body, it goes into the environment. It never degrades. So this is the biggest problem with plastic, and it requires a lot of energy to make one bottle of plastics. So the problem with plastics is manifold.
ultimately it's a synthetic material. That's why it is causing us so much problem. It's not a biological material. So in the US, for instance, now I don't have figures for India, but in the US, every year, 50 billion bottles of plastic is consumed. And this is water bottle, Coca-Cola, Pepsi, these beverages and all these things. 50 billion in just one country. Now you look at other countries like China and India and all these other countries, people there also consume. So globally, you can just imagine how many plastic bottles we throw away every year. And give you a small example, just to give you a perspective. It's about 8,000 bottles every 5 seconds. People are discarding about 8,000 bottles every 5 seconds. And the same thing with plastic bags. We have 100 billion plastic bags in the US every year. And this is just one country. And this is in 5 seconds. So you have the problem of plastic bags is even more than plastic bottles. So we keep hearing this thing recycling, right? I recycle, and recycling is good for us. But the problem with recycling is recycling is certainly good, but only 5% of plastics that are made every year get recycled. 95% of the plastics just go into the environment. Either they dump into the garbage, into our landfills. So I'm sure in Alappuzha, in Trivandrum, the place where I live in a small village near Tekari, a town called Kumli, and people here don't have any place to dump their plastic. So what they do is they just put it in a bag and they dump it into the forest. Others who live near the coast, they will dump it into the ocean. So every year, so this is a picture of the Great Pacific Garbage Patch. So this is a big area of the ocean where all the plastics go and accumulate. And this is twice the size of America. So the amount of plastic that is being dumped by people everywhere through ocean currents, it gets accumulated in this one place. And they say that's about 100 million tons of plastic there. But there's just an estimate. Probably a lot more there. A lot more plastic is present there. And we have 5 such garbage patches across the world. In the Indian Ocean, we have one in the south of the Indian Ocean, which is also pretty big, and that's where all the plastics that India, Sri Lanka, Bangladesh, all these countries, what they dump, it accumulates there, and also from Southeast Asia. So where does it go? Ultimately, it's the fish, the animals that live in the ocean. They all consume this plastic. So I was talking to you about the microplastic about a few minutes back. When plastic gets exposed to the sun, it breaks down into small pieces, and the fish consume it because it looks just like food to them. So a lot of fish that people are catching, when the scientists open it and see it, there's a lot of plastic in their bellies. And this is a big problem because right now we have 42 times more plastic than plankton. Plankton is basically very small microscopic plant material that these fishes eat. We have 42 times more plastic than plankton in the ocean. So fishes are eating a lot more plastic. And where does it go from? A lot of this plastic just ends up from our water bodies. So if you're living into a river, rivers meet the ocean. If you dump your plastic into the river, the river will take you to the ocean. If you're living on the beach, then you dump it there and it goes into the ocean. So, and then again, I was talking, this is a bird. When the scientists were studying these birds, a lot of them were dying. When they opened them up, they saw that each albatross had about half a pound of plastics in their tummies, and this was all because they thought it was fish and they were eating it. Similarly, other animals, you have a lot of about 100,000, is 1 lakh animals die every year because of plastic in the ocean. They eat the plastic, they get caught in the plastic. There's a lot of plastic nets that fishermen use, which are disposed into the ocean.
all these various ways in which animals are dying in the ocean. And plastics also toxic because a lot of plastics contain chemicals like bisphenol A, phthalates, and these are things that you can talk to your chemistry teacher about. But these chemicals go into our bodies. Like when you store food in a plastic container, all those chemicals that are in the plastic will go into the food and into your bodies. Similarly with PET bottles, your Pepsi and Coke and other things, all these plastics contain chemicals. So when you drink out of that, these chemicals go into your bodies and cause all kinds of health problems. So what can you do? You can bring your own bottle, stop using plastic bottles. Stainless steel bottles are a way to go in your school or when you're traveling with your parents. Insist that you will not buy plastic bottles. Stop using plastic bags. Buy reusable cups. Do not use plastic cups. And think next time when you want to buy that packet of Lay's chips because you really like chips, but that plastic that comes with it is a big problem. You might like the chips, but ultimately when you throw away the plastic, it's going to harm the environment. So think, if you really want to buy it, then you think about where the plastic will end up. When you go to buy food, take away food, take your own containers. Ask the waiter who's giving you food not to wrap it in plastic or styrofoam. Don't take straws when you're drinking soft drinks or coconut water, etc. There's a lot of ways in which you can reduce your plastic consumption, but ultimately you have to talk to your family and your friends, tell them about the issues with plastics, tell them about what harm it causes to the environment. Or if you can talk to your local councillors, your government officials, talk to them about reducing plastic use in Andhra district. And you can write to your government officials also about looking at zero waste schools or zero waste district. And a lot of the initiatives have already been started by the district collector, from what I hear, which is a very good initiative. But young people can really take a lead in this. So I'll just end here. If there are any questions or any clarifications that people need, then I'm happy to. So we have one more presentation. So Krishna Kumar sir is presenting next, and after that the floor will be open for discussion. Thank you. Okay. Thank you, sir. Thank you, dear Dharmesh Shah, sir, for your presence and valuable great class session. അടുത്തതായി ഗ്രീൻ ആർമി ഇന്റർനാഷണലിന്റെ മെന്റർ ശ്രീ കൃഷ്ണകുമാർ സാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കൃഷ്ണകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? കാണാം, കേൾക്കാം സർ. ഞാൻ മലയാളത്തിലായിരിക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോ ഞാന് നേരിട്ടാണ് സംസാരിക്കില്ല, പവർപോയിന്റ് കിട്ടുന്നില്ല. കൃഷിക്കാരി നമുക്ക് വർത്തമാനം പറയാം. പ്രഭാഷണം തന്നെ എല്ലാവരും ഒന്ന് ഈസി ആയിട്ട് ഇരുന്നാൽ മതി, പിന്നെ വളരെ ഗൗരവത്തിലൊന്നും ഇരിക്കരുതെന്ന് ആണ് ആദ്യം പറയാനുള്ള കാര്യം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് അറിയോ? നമ്മളെ കുറിച്ചാണ്. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം മുഴുവനെ വേറെ ഏതോ ഒരു രാജ്യത്തെയോ വേറെ ഏതോ ഒരു ലോകത്തെയോ കാര്യത്തെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ചാണ്. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത്. വളരെ പ്രശസ്തയായിട്ടുള്ള റേച്ചൽ കാർസൺ എന്ന് പറഞ്ഞ എഴുത്തുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതി പാഠപുസ്തകം എന്ന് വിളിക്കാവുന്ന എൻവയറൺമെന്റ് സയൻസിന്റെ തുടക്കക്കാരിയാണ് റേച്ചൽ കാർസൺ. അവരുടെ മനോഹരമായ പുസ്തകത്തിന്, മനോഹരമല്ല, എന്താ പറയുക, പേടിപ്പിക്കുന്ന ഒരു പുസ്തകമായിരുന്നു പാടാത്ത പക്ഷികൾ. നമ്മുടെ ലോകത്തെ സുന്ദരമാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് പക്ഷികൾ.
അവരുടെ പാട്ടും നിറങ്ങളും വർണ്ണങ്ങളും എത്ര മനോഹരം. ആലോചിച്ച് നോക്കൂ, ഈ പക്ഷികളൊക്കെ അങ്ങ് പാടാതായി. പതുക്കെ പതുക്കെ അവരിങ്ങനെ ചത്തു വീഴാൻ തുടങ്ങി. ഇത് കഥയല്ല. റേച്ചൽ കാർസൺ അവരുടെ പുസ്തകം എഴുതുന്ന സമയത്ത് അമേരിക്കയിലെ പല ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതവരുടെ കണ്ണു തുറപ്പിച്ചു. എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് അവര് പ്രകൃതിയിൽ നടക്കുന്ന പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു, മനുഷ്യൻ ഈ പ്രകൃതിയോട് ഇങ്ങനെ യുദ്ധം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പല തരത്തിൽ. പക്ഷേ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവൻ നടത്തുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് അവനെതിരെ തന്നെയുള്ള യുദ്ധമാണ്. The war that he is fighting is actually a war against himself. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന കാര്യം ധർമ്മേഷ പറഞ്ഞില്ലേ, ആരുടെ നേർക്കാ നമ്മൾ എറിയുന്നത്? നമ്മുടെ നേർക്ക് തന്നെ. മരങ്ങൾ മുഴുവൻ വെട്ടിക്കളയുമ്പോ ആ വെട്ട അവസാനം ചെന്ന് തട്ടുന്നത് നമ്മുടെ ശരീരത്തിലാണ്. കാരണം നമുക്ക് ജീവിക്കാൻ ഒരൊറ്റ ഭൂമിയുള്ളൂ. ഈ ഭൂമിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ സ്വന്തം തറവാട്, ഒരൊറ്റ ഭൂമി. നിങ്ങളുടെ ചിലർക്കെങ്കിലും ചിലപ്പോൾ 2 വീടുണ്ടാവും. അച്ഛൻ്റെ വീടും അമ്മയുടെ വീടുണ്ടാവും, ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും ചിലർക്ക് ചെറിയ വീടുകളായി. പക്ഷേ അങ്ങനെ യാതൊരു ഓപ്ഷനും ഇല്ല ഭൂമിയുടെ കാര്യത്തിൽ. ഒരു ഒറ്റ ഭൂമി, വൺ ആൻഡ് ഓൺലി എർത്ത്. കോടാനുകോടി മനുഷ്യർക്ക് ജീവിക്കാൻ ഈ മഹാപ്രപഞ്ചത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തെ കുറിച്ച് അത് വേറൊരു ക്ലാസ്സാണ്, എനിക്ക് പോകുന്നില്ല. കോടാനുകോടി നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ എണ്ണം ഇപ്പോഴും അറിയില്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ്. അതിന്റെ ചുറ്റും ഓരോന്നിന്റെയും ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ, അതും അനവധി കോടി. ഇതൊക്കെ ഉണ്ടെങ്കിലും അത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത്, കടൽ ആലപ്പുഴ മണൽത്തീരത്ത് എന്നിട്ട് കടപ്പുറത്ത് എന്നിട്ട് മണൽത്തരികളുടെ എണ്ണം നോക്കുന്ന പോലെ. എത്ര മണൽത്തരി എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത്രയും നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യന്റെ ചുറ്റും 8 ഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഭൂമി. പക്ഷെ ഈ കോടാനുകോടി മണൽത്തരി പോലെ ആകാശത്ത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ പരന്നു കിടക്കുന്ന ഈ എണ്ണത്തിൽ ഒരൊറ്റ എണ്ണമാണ് ഭൂമി. ആ ഭൂമി, അവിടെ മാത്രമേ ജീവന് നിലനിൽക്കാൻ കഴിയൂ. അതറിയണം. കോടാനുകൂടി ഉണ്ടായിരുന്ന അവർക്ക് പോകാൻ പറ്റുമോ? പോയി നോക്കി ചന്ദ്രന്റെ വെള്ളമൊക്കെ ഉണ്ടെന്നൊരു സംശയമുണ്ട്. പക്ഷെ ജീവിക്കാൻ വെള്ളം മാത്രം പോരാ. ഉണ്ടെങ്കിൽ തന്നെ തുള്ളി തുള്ളി വെള്ളമാണുള്ളത്. വെള്ളമില്ല, വായുവില്ല. വായു എന്തെങ്കിലും വായു പോരാ, ഓക്സിജൻ വേണം. ഇതൊക്കെയുള്ള ജീവന് നിലനിൽക്കാൻ കഴിയുന്ന പരിതസ്ഥിതിയുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ആ ഒരേ ഒരു താമസ സ്ഥലം, ഒരേ ഒരു തറവാടിനോടാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ഈ അക്രമം ചെയ്യുന്നത്. എന്തൊക്കെ അക്രമമാണ് അതിന്റെ കണക്ക് പറയാം. അതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, എണ്ണമറ്റ പ്രശ്നങ്ങൾ. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ക്ലൈമറ്റ് ചേഞ്ച്. പഠിക്കാനുള്ള വിഷയമല്ല ക്ലൈമറ്റ് ചേഞ്ച്. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ +1 +2 നിങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മളിതിനൊക്കെ വിഷയങ്ങളായിട്ടാണ് കാണുന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തീർന്നു, മാർക്ക് കിട്ടി. ക്ലൈമറ്റ് ചേഞ്ച് മാർക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ ജീവിതത്തെ ആകെ തകിടമറിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ പ്രളയത്തിൽ നിന്നും കാടുകളായ കാടുകൾ മുഴുവൻ വൈൽഡ് ഫയർ പടരുന്നു. ആഫ്രിക്കയിലെ കഴിഞ്ഞ വർഷം ആഫ്രിക്കയിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ച് ആഫ്രിക്കയിൽ സകല സ്ഥലത്തും തീരിയായിരുന്നു. എത്ര ലക്ഷം മരങ്ങൾ, കുറേയേറെ മനുഷ്യർ, എത്രയോ ജീവികൾ, ഒന്നും ചെയ്യാനാണ് അവിടുത്തെ ആഫ്രിക്കയിൽ നമ്മളെക്കാളൊക്കെ വളരെ ശക്തമായ ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അന്തമിട്ട് നിൽക്കാനേ കഴിയുന്നു. എന്താ കാരണം? കാലാവസ്ഥയിലെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാലൻസ്, സന്തുലനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചു, സ്വയം കത്തി. ആ കത്തല് ധാരാളം വനങ്ങളുള്ളൊരു വൻകരയാണ് ഓസ്ട്രേലിയ. എല്ലാ വനങ്ങളിലേക്കും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലും കാട്ടുതീ പടരുന്നൊരു വലിയ പ്രശ്നമാണ്. തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന ചൂടിന്റെ ഉയർച്ച അതില്ല. അപ്പൊ ഒരു ഭാഗത്ത് കാട്ടുതീ,
വേറെ ഭാഗത്ത് നമ്മൾ തന്നെ കേരളത്തിൽ കണ്ട വെള്ളപ്പൊക്കം, 3 വെള്ളപ്പൊക്കമായി നമ്മൾ കാണുന്നു. നിങ്ങൾ ആലപ്പുഴക്കാരോട് പറയണ്ട, കുട്ടനാട്ടുകാരോട് പറയണ്ട, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനും കുട്ടനാട്ടിലെ എൻ്റെ വൈഫ് ഹൗസ് അവിടെയാണ്. എൻ്റെ വലിയ അമ്മച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ്. അന്തമിട്ട് പ്രായമായ ആളുകൾ, കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം ഒരു പ്രശ്നം നല്ല തവണയായിട്ട് വന്ന, പ്രത്യേകിച്ചും ആദ്യത്തെ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കം. കാലാവസ്ഥ മാത്രമല്ല, നമ്മൾ ഭൂമിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അക്രമത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ഈ വിഷയമല്ലത്. കാലാവസ്ഥാ മാറ്റം ഈസ് എ ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലം ഫോർ ഹ്യൂമാനിറ്റി. നമ്മൾ ഓരോരുത്തർ ഇതിനെതിരെ പ്രവർത്തിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ധീരന്മാരായ പോരാളികളായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. അതാണ് നേരത്തെ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അംബാസഡേഴ്സ് മാത്രമല്ല, കാലാവസ്ഥാ മാറ്റത്തിനെതിരെ മനുഷ്യരെ, നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുകൾ മുതൽ ചുറ്റുപാടുള്ള ആളുകൾ മുതൽ സകലരെയും ബോധവൽക്കരിക്കുന്ന, അവരെ ഒരുമിച്ച് ചേർക്കാൻ ആവശ്യമായ സമരം ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ, കാലാവസ്ഥക്കെതിരെ അല്ലെങ്കിൽ പ്രകൃതിക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും പ്രധാനം മനസ്സിലാക്കുക. You cannot fight a cause without understanding the basic reason. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ കാലാവസ്ഥ മാറ്റം? അത് പാഠപുസ്തകത്തിൽ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തുറയിലും. ആലപ്പുഴ കടപ്പുറത്തത് കാണാം, കുട്ടനാട്ടിലത് കാണാം, ആലപ്പുഴയിലെ ഓരോ തുരുത്തുകളിൽ നിന്ന് കാണാം, ഗ്രാമപ്രദേശങ്ങളിൽ കാണാം. ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് കേരളത്തിന്റെ. നെൽകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. തെങ്ങ് ധാരാളമായിട്ട് വളർന്ന സ്ഥലം. ഇതൊക്കെ തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർഷിക വിളവുകൾ ഓരോന്നോരോന്നായി തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. തെങ്ങിന് ഭയങ്കരമായിട്ടുള്ള രോഗബാധയുണ്ടായി, വിളവ് ഗണ്യമായി കുറഞ്ഞു. കേരളത്തിന് പേര് തന്നെ വന്നത് കേരളത്തിന്റെ നാട് എന്നുള്ള ഒന്നാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മളെക്കാൾ കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്നതായിരിക്കും സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള നാളികേരം കുട്ടനാട്ടിൽ ധാരാളം മീനുണ്ടാവുകയും മീനിന്റെ ഒരു കലവറയായിരുന്നു. കുട്ടനാട്ടിലെ മീനുകൾ പലതും കുറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ തോതിൽ കൃഷി, ആ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച കീടനാശിനികൾ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ലാഭം കിട്ടിയാൽ മതി. ധാരാളം വിളവ് കിട്ടണം, ധാരാളം കീടനാശിനികൾ, ധാരാളം രാസവളങ്ങൾ, ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഇഷ്ടം പോലെ യൂസ് ചെയ്തു. കുറച്ചു കാലത്തേക്ക് വിളവ് കൂടുതൽ കിട്ടി. അത് കഴിഞ്ഞപ്പോ പതുക്കെ തിരിച്ചടിക്കാൻ തുടങ്ങി. പറ്റി തുടർച്ചയായിട്ടുള്ള രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കും. മണ്ണ് ജീവനുള്ള ഒരു സാധനമാണ്. മണ്ണെന്ന് പറയുന്നെങ്കിൽ വെറുതെ കഴിയുന്ന ഒരു സാധനമല്ല. മണ്ണിനകത്ത് മുഴുവൻ ജീവനാണ്. പലതരത്തിലുള്ള ബാക്ടീരിയങ്ങൾ, മണ്ണിരകൾ. കർഷകന്റെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട് പഴയ ക്ലാസ്സുകളിൽ. എന്തുമാത്രമല്ല, 100 കണക്കിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മണ്ണിനകത്ത്. നേരത്തെ നമ്മുടെ ഷാസാർ പറഞ്ഞ പോലെ, മണ്ണിലേക്ക് ഒരു സാധനം പോയാൽ ജൈവ വസ്തുവാണെങ്കിൽ അത് അവിടെ കിടക്കില്ല. അത് പതുക്കെ മണ്ണ് അതിനെ വലിച്ചെടുത്ത് അതിന്റെ ഭാഗമാക്കിയിട്ട്. ഇക്കോസിസ്റ്റമാണ് മണ്ണ്, വളരെ ഗംഭീരമായിട്ടുള്ള ഇക്കോസിസ്റ്റം. അതിനകത്ത് അനവധി സൂക്ഷ്മ ജീവികൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് മണ്ണിലെ സസ്യങ്ങൾക്ക് വളരാൻ കഴിഞ്ഞത്. എല്ലാ മണ്ണിലും സസ്യങ്ങൾക്ക് വളരാൻ പറ്റില്ല. ജീവനില്ലാത്ത മണ്ണിൽ, അല്ലെങ്കിൽ രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും പ്രവർത്തനം മൂലം സൂക്ഷ്മ ജീവികളൊക്കെ നശിച്ച മൈക്രോബിയൽ ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി പതുക്കെ നശിക്കും. മണ്ണ് ഒന്നിനും കൊള്ളാത്തതായി തീരും. അപ്പോ കുട്ടനാട്ടിലെ ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മുടെ കൃഷി നടത്തുന്ന പല പ്രദേശങ്ങളിലും ഇതുപോലെ സംഭവിച്ചു. എല്ലാ മാലിന്യത്തിന്റെ കൂമ്പാരങ്ങൾ, എത്ര മാലിന്യം, എവിടെ നോക്കിയാലും മാലിന്യം. കടലിലെ മാലിന്യത്തിന്റെ കാര്യം ഷാസാർ വളരെ നന്നായിട്ട് വിശദീകരിച്ചു. നമ്മള് സകല സാധനങ്ങളും പ്ലാസ്റ്റിക് കൊണ്ടാക്കും. ഭക്ഷണം വാങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ചായ കുടിക്കുന്നത് ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്. എന്നിട്ടോ ഏത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും മണ്ണിൽ അലിഞ്ഞു തീരാത്ത, നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് പോലും ഇന്ന് അവശേഷിക്കുകയാണ്. അത് നമുക്ക് വലിച്ചെറിയും. എവിടെ കൊണ്ട് വലിച്ചെറിയും? തൊട്ട അയൽവക്കത്തെ പറമ്പിലായിരിക്കും, തൊട്ടടുത്ത് കാണുന്ന പുഴയിലായിരിക്കും, അല്ലെങ്കിൽ സന്തോഷമായിട്ട് കടലിലേക്കിലായിരിക്കും. പിന്നെ ബീച്ചിലേക്ക് പോയി കറങ്ങി നടന്ന് കൊക്കക്കോലയൊക്കെ കഴിച്ച് ബാക്കി വരുന്ന ആരും അറിയുന്നില്ല എന്നുള്ള മട്ടിൽ അന്ന് കടലിലേക്ക് തള്ളും. അതാണ് ഈ പസഫിക്കിലെ മാലിന്യ പാച്ചുകളായിട്ട് മാറിയിരിക്കുന്നത്. ആ മാലിന്യ പാച്ചുകളൊക്കെ കൂടി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെയാണത് ബാധിക്കാൻ പോകുന്നത്.
നാളെ തിന്നുന്ന കരിമീനിലും നെന്മീനിലും ഒക്കെ ആരുണ്ടാവും? മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാവും. കാരണം പതുക്കെ പതുക്കെ അത് നശിച്ചില്ലെങ്കിലും കടലിൽ കിടന്ന് ചെറുതായി അത് മീനുകളുടെ ഭക്ഷണ പദാർത്ഥമാവും. ചിലപ്പോൾ മീനുകൾ ചാവാതെയും കുറച്ചെണ്ണം ഉണ്ടാവും. അത് നമ്മുടെ അടുത്തേക്ക് വരും, നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരും. നമ്മുടെ ശരീരത്തിലെ ഇപ്പൊ പറഞ്ഞില്ലേ, കേരളത്തിലെ ഏറ്റവും നല്ല ആരോഗ്യം നിലനിർത്തുന്ന സംസ്ഥാനങ്ങളൊന്നായിട്ട് കേരളത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലൈഫ് ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണിവിടെ. നമ്മുടെ ഭക്ഷണത്തിന്റെ ശീലം, നമ്മുടെ ത്രോയവേ കൾച്ചർ, സകല ത്രോയവേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കഴിക്കും. അത് മിക്കവാറും ഒക്കെ ഉണ്ടാക്കിയുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ടായിരിക്കും, ആവശ്യമില്ലാത്ത രാസപദാർത്ഥങ്ങൾ. അതിന് സ്വാദ് മാത്രം മതി നമുക്ക്, പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് സ്വാദ് ഉണ്ടാവണം. അത് നമ്മുടെ ശരീരത്തിന് തകരാറുണ്ടാക്കുന്നത് നമുക്ക് നോക്കണം. പെപ്സിക്കോല, കൊക്കക്കോല, അത് വരുന്ന ബോട്ടില് എന്താ കാരണം? പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളൊക്കെ അതിലേക്ക് കുടിക്കണം. നമ്മൾ കുടിക്കാതിരിക്കാൻ പറ്റും. നമ്മുടെ കോഴി കുടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുടിക്കേണ്ടത്. അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉപഭോഗത്തിന്റെ കൺസ്യൂമർ കൾച്ചർ വളർത്താൻ വേണ്ടി ഈ താരങ്ങളെയൊക്കെ, കപിൽ ദേവിനെ ആണെങ്കിലും തെണ്ടുൽക്കറെ ആണെങ്കിലും ഗവാസ്കറെ ആണെങ്കിലും അമിതാഭ് ബച്ചനെ ആണെങ്കിലും ഒക്കെ വ്യാപകമാണ്. ഇതൊക്കെ ഇവര് പറയുന്നതാവുമ്പോൾ സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഇതെല്ലാം നശിപ്പിക്കും. അങ്ങനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കൺസ്യൂമർ കൾച്ചർ, സത്യത്തിൽ കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത് ത്രോയവേ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു ബോൾ പെൻ നമ്മൾ വലിച്ചെറിയുമ്പോൾ ഉടനെ ആലോചിക്കണം എന്താ ചെയ്യാൻ വേണ്ടി. ബോൾ പെൻ എന്താ ചെയ്യണേ? നിങ്ങളുടെ സ്കൂളില് ഇപ്പോഴും ചുറ്റുപാട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഗ്രീൻ ആർമിയുടെ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ എപ്പോഴും ചെയ്യാനുള്ള ഒരു കാര്യം ട്രാഷ് ഹണ്ടിങ്, ട്രഷർ ഹണ്ടിങ് ഗെയിം ഒക്കെ നിങ്ങൾ കളിച്ചു കാണുമല്ലോ. അതേപോലെ ട്രാഷ് ഹണ്ട് നടത്താൻ പറ്റും കുട്ടികളുടെ ഗ്രൂപ്പാക്കി. ഈ നമ്മുടെ സ്കൂളിന്റെ ഓരോ ഭാഗത്ത് മുക്കിൽ മൂലയിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് പെയിനുകളൊന്ന് കൂട്ടിയെടുക്കാൻ പറ്റും. ആ കിടക്കുന്നു എത്ര സിപ്പപ്പിന്റെ കഷ്ണങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെയിനുകളുടെ ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ പുല്ലിന്റെ ഇടയിലേക്കൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടാവും, പക്ഷെ കൂമ്പാരമായിട്ടുണ്ടാവും. ഇത് നശിക്കില്ല എന്ന് മാത്രമല്ല, അത് അവിടെ കിടന്ന് പല തകരാറുകൾ കാണിക്കും. അത് മണ്ണിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോറിനെ മുഴുവൻ തടയും, മണ്ണിലെ സസ്യങ്ങളുടെ വളർച്ചയെ തടയും, പലതരത്തിലുള്ള തകരാറ്. പിന്നീട് അത് ജീവികളെ കൊല്ലുന്ന ഒരു സാധനമായിട്ട് മാറും. ഇങ്ങനെ ഓരോ തരത്തിൽ വലിയ തോതിലുള്ള മാലിന്യം നമ്മളെ ചുറ്റുക. 2 തരം മാലിന്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ തൊട്ട് മനസ്സിലാക്കണം. അത് ഇപ്പൊ നമ്മൾ ശരിക്ക് ഒരു വർക്ക്ഷോപ്പിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് തൊടിയിച്ചാണ് പറയാം, അല്ലാതെ ഇങ്ങനെ ക്ലാസ് ആയിട്ട് പറയണ്ട. ജൈവ മാലിന്യം, അജൈവിക മാലിന്യം. എന്താ ജൈവ മാലിന്യം എന്ന് പറഞ്ഞാല്? ജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ ജീവനുള്ള മാലിന്യം. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ ബാക്കി, നമ്മൾ ഉപയോഗിക്കുന്ന മീനിന്റെ മുള്ള്, ഇതൊക്കെ മാലിന്യം, ജൈവ മാലിന്യം. അതിനുമ്പോ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താ മാലിന്യം? നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതിയിൽ മാലിന്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. മാലിന്യം ശരിക്കും തെറ്റായ ഒരു വാക്കാണ്. മാലിന്യമല്ല, വേസ്റ്റ് അല്ല, ആക്ച്വലി ഇറ്റ്സ് എ റിസോഴ്സ്. ഒരു തരത്തിൽ പറഞ്ഞാല് റിസോഴ്സ്, വേസ്റ്റ് നമ്മൾ വിളിക്കുന്നത് ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ്. ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അവിടെ പിന്നെ മെഡിക്കൽമാരും മെഡിക്കലൊക്കെ ധാരാളം ഉണ്ടാവില്ല. ഒരു മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കൂടെ തലയിലൊന്നും ഇങ്ങനെ തൊടണം. എന്റെ തലത്തിലെ കഷ്ടിത്തലയല്ലേ നിങ്ങൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ മനോഹരമായ മുടിയിലാണ് നിങ്ങളുടെ കഴിക്കുന്നത് അല്ലേ? അത് പെൺകുട്ടികൾ ഇങ്ങനെ കർലി ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീട്ടി വളർത്തിയിട്ടുണ്ടാവും, പുതിയ ഫാഷൻ അനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആൺകുട്ടികൾ പിന്നെ മനോഹരമായിട്ടുള്ള എന്താ മഷ്റൂം കട്ടിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും നല്ല മനോഹരമായിട്ടാണ്. പക്ഷേ അതിന് 2 തലമുടി ഒന്ന് താഴത്തേക്ക് വീണാൽ എന്തായി? അത് ചോറിലാണെങ്കിൽ പിന്നെ പറയും. പിന്നെ ചില ആൾക്കാരുടെ ചില വീടുകളിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല, പണ്ടത്തെ കാലത്ത് ചോറിൽ തലമുടി വീണതിനൊക്കെ പിന്നെ വീടുകൾ തളർന്നു പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പഴയ കാരണന്മാർ. ചോറിൽ തലമുടി വീട്ടിൽ നെനെ എനിക്ക് വേണ്ട ഈ എന്നൊക്കെ പറയുന്ന അത്രയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടു. അപ്പൊ എന്താ കാരണം? തലമുടി ചോറിലെത്തിയാൽ അതൊരു ശുദ്ധ വേസ്റ്റായി. പക്ഷെ ഇവിടെ എന്നാലോ അത് പെൺകേവനാണ് അല്ലേ? മനോഹരമായ കോലിക്കെട്ടായിരിക്കും, അല്ലെങ്കിൽ ഗവാസ്കർ കെട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താണ് പെൺകുട്ടികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനബിൾ ആയിട്ടുള്ള അലങ്കാരമായിരിക്കും. അപ്പോൾ റിസോഴ്സ്, തലമുടി റിസോഴ്സ് ആണ്. പക്ഷെ തലയിലിരിക്കണം. നിർത്തിയാടിയാൽ അത് വേറെ സാധനം, ചോറിലേക്ക് പോയാൽ മാറിയിരിക്കും. ഇതേപോലെ ഏത് സാധനം നോക്കിയാലും എന്താണ്? ചോറിന്റെ കാര്യം എടുത്തു നോക്കൂ. ചോറ് പ്ലേറ്റിൽ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്, കറിയുടെ കൂടെയൊക്കെ ഭംഗിയായിട്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, അത് മണ്ണിലേക്ക് വീണാൽ തീർന്നില്ലേ?
ആരെങ്കിലും കഴിച്ച ഒരു പ്ലേറ്റിൽ ബാക്കിയിരിക്കുന്ന ചോറാണെങ്കിലോ അത് വേസ്റ്റാണ്, ഇച്ചിൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. അയ്യേ മോശം, ആരെങ്കിലും കഴിച്ചതിന്റെ ബാക്കി. അപ്പൊ എന്താണ് റോങ് സ്ഥലത്തിരിക്കുന്ന റൈറ്റ് തിങ് അറ്റ് ദ റോങ് സ്പോട്ട്. എങ്ങനെ നോക്കിയാലും വേസ്റ്റ് ഇതാണ്. സോ ബേസിക്കലി ഇറ്റ്സ് എ വേസ്റ്റ്. ഇനി ഈ ജൈവമാലിന്യത്തിന്റെ പ്രത്യേക, അല്ലെങ്കിൽ ജൈവമാലിന്യം അല്ല പറയാ, നമ്മള് മിസ്പ്ലേസ് ഓർഗാനിക് റിസോഴ്സസ് എന്ന് പറയാം. പച്ചക്കറിയുടെ തൊലി നമുക്ക് തിന്നാൻ പറ്റില്ല. കുമ്പളങ്ങയുടെ മാത്തങ്ങയുടെയൊക്കെ നല്ല എളുപ്പമാണെങ്കിൽ തിന്നാമെങ്കിൽ കൂടി മൂത്ത മാത്തങ്ങയുടെ തൊലിയൊന്നും തിന്നാൻ ഒരു സ്വാദം ഉണ്ടാവില്ല. മുരിങ്ങയുടെ മുരിങ്ങയുടെ ചണ്ടി വലിച്ച് മുരിങ്ങക്കായി നന്നായി കഴിക്കാൻ, പക്ഷെ അതിന്റെ പുറത്തുള്ളത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ കുറെ സാധനം. മീനിന്റെ കുഞ്ഞു മുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിച്ച് തിന്നാം, പക്ഷെ കടുത്ത മുള്ളാണെങ്കിൽ പ്രയാസം. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ ഓരോ വീട്ടിലും ഇതുപോലെ കുറെ സാധനങ്ങൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുക. ചമ്മന്തിയിലിട്ടിട്ടുള്ള പിന്നെ നമ്മുടെ പച്ചമുളകിന്റെയോ അല്ലെങ്കിൽ ഉണക്കമുളകിന്റെ കഷ്ണമായിരുന്നു അതിൽ കരുവിട്ട്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സർസൈസ് നിങ്ങളുടെ വീട്ടില് ഉണ്ടാവുന്ന പലതരം വേസ്റ്റുകളെ കുറിച്ച് പഠിക്കണം. അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് പഠിക്കാനുള്ളൊരു എക്സർസൈസ് നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ എക്സർസൈസ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയണം എങ്ങനെയാണ് എന്റെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കാണുമ്പോ ഇങ്ങനെ വരുന്ന വേസ്റ്റ് ആണ് ഓർഗാനിക് വേസ്റ്റ്. ഇത് ഉള്ളിയുടെ തൊലിയായിരിക്കും, പച്ചക്കറിയുടെ തൊലിയായിരിക്കും, പച്ചക്കറിയുടെ വിത്തുകളായിരിക്കും. ഇതൊന്നും നമുക്ക് സാമ്പാറിടാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഇടാൻ പറ്റില്ല. മീനിന്റെ മുള്ളോട് കൂടി നമ്മൾ വറക്കും ചെയ്യും, പക്ഷെ മുള്ള തിന്നാൻ പറ്റില്ല. അപ്പൊ എസെൻഷ്യൽ ആയിട്ട്. പക്ഷേ ഇത് വേസ്റ്റ് അല്ല. ഇതിനെയാണ് അതിമനോഹരമായ ഒരു പ്രക്രിയ വഴി നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. അതായത് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കമ്പോസ്റ്റിംഗ് ഒരു മനോഹരമായ കെമിക്കൽ ആക്ഷൻ ആണ്. ആക്ച്വലി എല്ലാ ജ്യൂസും കമ്പോസ്റ്റിംഗ് നടക്കുന്നുണ്ട് പ്രകൃതിയിൽ. നിങ്ങൾ കണ്ടിട്ടില്ല? പ്രകൃതികളുടെ ചുറ്റും നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണം. ബേച്ചർ കാർട്ടൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രകൃതിയിലേക്ക് സൂക്ഷിച്ചു നോക്കണം. ചുറ്റും എത്ര പൂക്കൾ, എത്ര മനോഹരമായ കൊച്ചു കൊച്ചു ജീവികൾ, ഓരോ മരൂറുകണക്കിന് സൂക്ഷ്മ ജീവികളുണ്ട്. കാണാൻ പറ്റാത്ത മൈക്രോബുകൾ ഉണ്ടാവും. അത് കൂടാതെ ചെറിയ വണ്ടുകള്, ചെറിയ പല നിറമുള്ള ജീവികള്, പലതരം ഈച്ചകള്, പതുക്കെ ഇഴഞ്ഞു പോകുന്ന കറ്റുകൾ, പാമ്പൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഒരു മാവിന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇക്കോളജി എക്സർസൈസ് നടത്തിയപ്പോൾ ഒരു മാവിന്റെ മുകളിലുള്ള പിന്നെ ഈ കാണാൻ പറ്റുന്ന സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന ഒരു ചെറിയ ലെൻസൊക്കെ നിങ്ങൾ കുറേ കൂടെ എളുപ്പമായി 50-60 എണ്ണത്തിനെ കാണാൻ പറ്റും. ഈ കക്ഷികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇവരെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. ഇവര് നമ്മുടെ സ്വന്തം അല്ല ഈ ഭൂമി. ബഷീർ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഒരു കഥയിൽ എപ്പോഴും എല്ലാവരും പൊട്ടിയുന്നൊരു ഭാഗമുണ്ട്. ഭൂമിയുടെ അവകാശികൾ, പാറ്റയും പൂച്ചയും പിന്നെ ഈച്ചയും ഒക്കെ ഭൂമിയുടെ അവകാശികളാണ്. നമ്മുടെ വിചാരം നമ്മൾക്ക് മാത്രമാണ് എന്റെ അവകാശം. നമ്മളെ അവകാശിക്കാൻ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിനെയൊക്കെ ഉപദ്രവിക്കുന്ന നാട്ടിൽ. അവർക്ക് ഞാൻ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനും ഒരു സൗകര്യമായിരിക്കുന്നു. മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. മറ്റു ജീവികൾക്കൊക്കെ സന്തോഷം. മനുഷ്യ ഈ ജീവികളില്ലാതെ ജീവിക്കാൻ സസ്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. സസ്യങ്ങൾ പറഞ്ഞാൽ ആരാ? നമ്മൾ കാണുന്ന ഒരു പത്തുള്ള ഒരു ചെടി അല്ലെങ്കിൽ രണ്ടും അതല്ല. ഭയങ്കരനാണ് ഒരു സസ്യം. കൊച്ചു സസ്യങ്ങൾ പോലും അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്താ? നമുക്ക് ഭക്ഷണം എവിടുന്നാ കിട്ടുന്നത്? ഭക്ഷണം നിന്ന് വരുന്നതാ. എന്തെങ്കിലും അപ്പം എന്നാ പിന്നെ എനിക്ക് ചിക്കൻ മതി. ചിക്കൻ എവിടുന്നാ ഭക്ഷണം? എന്നാ മട്ടൺ മതി. ആടിന് എവിടുന്നാ ഭക്ഷണം? അല്ലെങ്കിൽ പിന്നെ ബഫലോ മീറ്റ് കഴിക്കാൻ കഴിയണം. ബഫലോന് എവിടുന്ന ഭക്ഷണം? പ്രൈമറി പ്രൊഡ്യൂസർ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അത് സത്യമാണ്. സത്യമില്ലാതെ ലോകത്തിലെ എനർജി കൺവേർഷൻ നടക്കില്ല. സൂര്യനിൽ നിന്നുള്ള എനർജിയെ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഊർജമാക്കി അല്ലെങ്കിൽ ഭക്ഷണമാക്കി മാറ്റുന്ന പണി സസ്യത്തിന് മാത്രമേ അറിയൂ. നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ നടക്കില്ല. സസ്യത്തിന് പ്രത്യേക ഘടനയിലും സ്വഭാവത്തിലും മാത്രമേ ഫോട്ടോസ് ഉള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കൊച്ചു കൊച്ചു ജീവികൾ, സസ്യങ്ങൾ, പല നിറങ്ങളിലുള്ള സസ്യങ്ങൾ, പല ആകൃതിയുള്ള സസ്യങ്ങൾ. ജീവിതചര്യ നോക്കൂ. പൂക്കളുടെ വിടരുകൾ, എന്തെല്ലാം തരം പൂക്കൾ അവ വിടരുന്ന അവരുടെ ആകൃതി.
ഇത് ഓരോന്നും നമ്മളെ ആശ്ചര്യപ്പെടുത്തും. വി ഷുഡ് ലേൺ ടു വാച്ച് ആൻഡ് ഓൾസോ ഗെറ്റ് എക്സൈറ്റഡ്. ഇത് ഓരോന്നും നമ്മളെ സന്തോഷിപ്പിക്കണം. പ്രകൃതിയിലെ ഈ ഘടകങ്ങളെ കുറിച്ച് സന്തോഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ പിന്നെ ഇത് നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. എത്ര കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ നശിപ്പിക്കുന്നു. ഈ ആട് പുല്ല് കഴിച്ച് തിന്നുന്ന പോലെ കുട്ടികൾ പലപ്പോഴും നടക്കുന്ന സമയത്ത് ഒന്ന് ആ ചെടിയൊന്നും ഒടിച്ചിട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതിലെ പോകുന്ന ഒരു തവളയ്ക്ക് 2 ഏറ് കൊടുത്തില്ലെങ്കിൽ എന്തൊരു മോശം ശീലം. എന്തിനാ അവര് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്യുന്ന കക്ഷികൾ നമുക്ക് ഒഴിയാം. പാമ്പിനെ പോലും വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പാമ്പിനെ പിടിക്കുന്ന പ്രശസ്തരായ ആൾക്കാർ എന്താ ചെയ്യുക? പാമ്പിനെ തല്ലിക്കൊല്ലില്ല. പാമ്പിനെ ഒരു കാട്ടിനകത്താക്കി അവര് കാട്ടിൽ അതിന് ജീവിക്കണമല്ല. അതിന്റെ ആവാസ വ്യവസ്ഥയുണ്ട്, അവിടെ കൊണ്ടുവിടും. പാമ്പ് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ നാട് പാലക്കാട്. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കച്ചേരാറിയോ മനോഹരനാണ് കണ്ടാൽ മയില്. പക്ഷെ മയില് ഞങ്ങളുടെ നാട്ടിൽ വരേണ്ട ആളല്ല. അതേ രാജസ്ഥാനിലെ മരുഭൂമിയിലും അവിടെയൊക്കെ കഴിയേണ്ട ആള്. എന്താ ഞങ്ങളുടെ നാട്ടിൽ വരാൻ കാരണം? പല കരടികള്, പിന്നെ വൈൽഡ് ആയിട്ടുള്ള പല മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും പേപ്പർ വായിക്കും. കാരണം ഇക്കോസിസ്റ്റത്തിൽ വരുന്ന അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ മനുഷ്യൻ തയ്യാറാണ്. അവരുടെ ആവാസ വ്യവസ്ഥ കാടുകളായിരിക്കും, ചിലപ്പോൾ മരങ്ങളുടെ മുകളിലായിരിക്കും, ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ട സ്ഥലമാണ്. അതിനുവേണ്ടി പ്രകൃതി ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ അവർക്കുള്ള സ്ഥലങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ഇടപെടൽ വഴി, നേരിട്ടും അല്ലാതെയുള്ള ഇടപെടൽ വഴി ഇക്കോസിസ്റ്റങ്ങൾ നശിക്കുമ്പോൾ 2 കാര്യങ്ങൾ. ചിലപ്പോ ഒരു ജീവി തന്നെ ഇല്ലാതാവും. നിങ്ങളുടെ WWFന്റെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ റെഡ് ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുകയാണ്. റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാശത്തെ നേരിടുന്ന, എക്സ്റ്റിങ്ഷനെ നേരിടുന്ന സസ്യങ്ങൾ, ധാരാളം സസ്യങ്ങളുണ്ട്, ജീവികളുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡോഡോ എന്ന് പറയുന്ന ഒരു മനോഹരിയായിട്ടുള്ള പക്ഷിയാണ്. ഡോഡോ പക്ഷി എന്ന് പറഞ്ഞൊരു ജീവി ഇപ്പൊ ഇല്ല. ദിനോസാർ ഇപ്പൊ ഇല്ല. ചിലതരം കുരങ്ങുകളുടെ വംശങ്ങൾ ഇപ്പൊ കാണാൻ പറ്റില്ല. ചിലതരം പൂമ്പാറ്റകളില്ല. കാരണം അവരുടെ ഇക്കോസിസ്റ്റം, അവർക്ക് ജീവിക്കാൻ ഉള്ള ഇക്കോസിസ്റ്റം ഇല്ലാതായി. ഇന്റർറിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രകൃതി. ഇന്റർറിലേഷൻ ഒരൊറ്റ സാധനം, മനുഷ്യനൊറ്റയ്ക്കല്ല, പുല്ലൊറ്റയ്ക്കല്ല, പ്രാണികൾ ഒറ്റയ്ക്കല്ല, ഒന്നും ഒറ്റയ്ക്കല്ല. ഇവർ തമ്മിലുള്ള പരസ്പര പ്രതിപ്രവർത്തനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പുൽച്ചാടി പുല്ലിനെ തിന്നും, പുൽച്ചാടിയെ തവള തിന്നും, തവളയെ വേറെ ഏതെങ്കിലും തിന്നും. അങ്ങനെയുള്ള ഒരു സൈക്കിൾ, ലൈഫ് സൈക്കിൾ. അതാണ് ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരം. സൈക്കിൾ എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ ഇക്കോസിസ്റ്റത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ആക്രമണം വഴി നമ്മൾ പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിടുന്നു, അല്ലെങ്കിൽ രാസവളങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പാറ ആവശ്യത്തിൽ കൂടുതൽ പൊട്ടിച്ച് നശിപ്പിക്കുന്നു, പുഴയിലെ മണൽ മുഴുവൻ വാരിയെടുക്കുന്നു. പുഴയിലെ മണ്ണ് കുറച്ചൊക്കെ വാരിയെടുക്കാം, പക്ഷേ മുഴുവൻ വാരിയെടുത്താൽ പുഴയുടെ ഇക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കും. റിവറിൻ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന മനോഹരമായ ഇക്കോസിസ്റ്റം, ഓരോ പുഴയ്ക്ക് വേണ്ടതായ ഇക്കോസിസ്റ്റം ഉണ്ട്. അതില് പുഴയിലേക്ക് ഇറങ്ങി വളരുന്ന കൊച്ചു സസ്യങ്ങൾ കാണും, മണലിന്റെ പ്രത്യേകമായിട്ടുള്ള ഘടന കാണും, അതിൽ ഓരോ സ്ഥലത്തുമായിട്ട് ജീവിക്കുന്ന പലതരത്തിലുള്ള മീനുകളും കൊച്ചു പ്ലാങ്ക്ടൺസ് കാണും, പായലുകൾ കാണും, നല്ല ചീത്തയും അനവധി എന്തെല്ലാം തരം മീനുകൾ. ഇപ്പോ വേമ്പനാട് കായലിലൊക്കെ എത്രയോ തരം മീനുകളുടെ നാശത്തെ കുറിച്ച് അടുത്ത കാലത്തുണ്ടായിരുന്നു. ഈ കാണില്ല മീൻ ഒരിക്കൽ. എന്താ കാരണം? ഈ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന നാശം. അപ്പൊ ആ ഇക്കോസിസ്റ്റത്തിൽ നാശം വരുത്തിക്കൊണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാലാവസ്ഥ മാറ്റം. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ വീണ്ടും പറയാണ്, പഠിക്കാനുള്ള ഒരു വിഷയം മാത്രമല്ല. പഠിക്കണം, മാർക്ക് വാങ്ങണം. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, നമ്മുടെ ഇന്ന് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, തലയ്ക്ക് മുകളിൽ ഉള്ള മച്ച്, തട്ട്, സീലിംഗ്, തലയെ പൊളിക്ക് ഇടാൻ പുറപ്പെടുന്ന സമയത്ത് ആ സീലിംഗില് എത്ര ഓടുണ്ട് എന്നുള്ള കണക്കെഴുത്ത് മാത്രം പോരാ. അത് സ്ക്രീനിലൊന്ന് തൊട്ടാല് കേൾക്കുന്നില്ല സർ.
കൃഷ്ണകുമാർ സാറേ 2 മിനിറ്റായി സൗണ്ട് കേൾക്കുന്നില്ല. സാറിന്റെ റേഞ്ച് പോയിക്കാം. സാറുണ്ട്. സാറിന്റെ സാർ സൗണ്ട് ഒന്ന് തൊട്ടാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാറേ കേൾക്കാമോ? സാർ സ്ക്രീനിൽ ഒന്ന് തൊട്ടാല് ഐക്കൺ മ്യൂട്ടായി പോയതായിരിക്കും ഓഡിയോ. സാർ ശ്രമിക്കുന്നുണ്ട്. സാറിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും മതി. കൃഷ്ണകുമാർ സാർ കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സാറ് മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സാർ തിരിച്ച് മൈക്ക് ഒന്ന് ഓണാക്കോ. സാർ സംസാരിക്കുമോ? നജീം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കൃഷ്ണകുമാർ സാറ് സംസാരിക്കുമോ? സാർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. സാർ കൈ കാണിക്കുന്നുണ്ട്. വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സിഗ്നലിന്റെ പ്രശ്നമല്ല. വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മ്യൂട്ടാണ്. കൃഷ്ണകുമാർ സാറ് മ്യൂട്ടാണ്. തിരിച്ച് മൈക്കൊന്ന് ഓൺ ആക്കിയാൽ നമ്മൾ പറയുന്നത് സാറ് കേൾക്കുന്നില്ല. സാറിന് കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കാമോ? സാറൊന്ന് കോൾ ചെയ്യാവോ? സാർ വിളിക്കുന്നു കൃഷ്ണകുമാർ സാറിനെ വിളിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാർ സാറ് വരുന്ന സമയത്ത് കുട്ടികൾ ഈ രണ്ടുപേരുടെയും ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആലോചിച്ചിരിക്കുകയായിരിക്കും വെക്കുക. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. ആ സമയത്ത് ആലോചിക്കേണ്ട. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല. സാർ മൈക്ക് ഒന്ന് ഓൺ ആക്കും നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഈ മൈക്ക് സാറ് ഫോണിൽ സംസാരിച്ചാൽ മതി. ഞാനിവിടെ മൈക്കിൽ കൊടുത്തോളാം. സാർ ഫോണിൽ സംസാരിച്ചോളൂ. ഞാനിവിടെ മൈക്കിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ വോയിസ് കേൾക്കുന്നുണ്ട് ഇതിലൂടെ? കേൾക്കുന്നുണ്ട് സാർ. സാറിന്റെ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാർ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എങ്കിൽ വി വിൽ കം ഓവർ ഫോൺ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഞാൻ ഫോണിൽ കൂടെ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ, പിന്നെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ബിജു അതോ എല്ലാവർക്കും? ഓക്കെ, ഐ എം സോറി ഫോർ ദ ഗ്യാപ്പ്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ് നമ്മൾ കടന്നിരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്. എന്താ ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ മാറ്റെന്ന് പറയും. അതൊരു വിഷയമല്ല, നമ്മുടെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്ന ഒരു പ്രശ്നം. കാരണം നിങ്ങൾക്കറിയാം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, നിങ്ങൾക്കറിയാം എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നിങ്ങൾക്കറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ സൃഷ്ടിയാണ്. പ്രധാനമായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട, മുഴുവനായിട്ട് പറയില്ല, പ്രകൃതിയിൽ വന്നിട്ടുള്ള പല മാറ്റങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിരന്തരമായി മനുഷ്യൻ വ്യാവസായിക വിപ്ലവത്തിന്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം അവന്റെ ഉൽപാദന രീതിയിൽ, ജീവിത രീതിയിൽ, ഉൽപ്പന്നങ്ങളുടെ അവന്റെ ആഭിമുഖ്യത്തിന്റെ രീതിയിലൊക്കെ വന്ന മാറ്റങ്ങളാണ് കാരണം. എപ്പോഴും നോക്കിയാലും ആധുനിക ലോകത്തിന്റെ ചിഹ്നം എന്ന് പറയുന്ന പുകക്കുഴലുകളാണ്. എല്ലാം പുറത്തേക്ക് തള്ളുന്ന പുക, അത് സർവ്വസ്ഥലത്തും, അത് രാസപദാർത്ഥങ്ങളാണെങ്കിലും പിന്നെ ലോഹപദാർത്ഥങ്ങളാണെങ്കിലും എല്ലാത്തിന്റെയും ഉൽപാദനത്തിനുള്ള പടുകൂറ്റൻ ഫാക്ടറികൾ, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക ഒരു ഭാഗത്ത്, നമ്മൾ കത്തിക്കുന്ന എണ്ണ, ഇന്ധനം, കൽക്കരി, അങ്ങനെ നൂറ് കണക്കിന്റെ വിശദാംശങ്ങൾ വയ്ക്കണം. ഇതിന്റെ ഒക്കെ ഫലമായി സംഭവിച്ചിരിക്കുന്ന എന്താണ്? അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, കാർബൺ മോണോക്സൈഡ്, അതിന്റെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ?
അതിന്റെ അളവ് കൂടുന്നു. അതിന്റെ അളവ് കൂടുമ്പോൾ എന്താ കുഴപ്പം? അതിന്റെ അളവ് കൂടുമ്പോൾ പ്രകൃതിയിലേക്കുള്ള ഭൂമിയിലേക്കുള്ള സൂര്യന്റെ താപത്തിന്, സൂര്യോർജത്തിന്റെ ആദാന പ്രദാനങ്ങളിൽ വരുന്ന വരവും പോക്കും അത് വലിയ മനോഹരമായ ഒരു സാധനമാണ്. കുറെ ചൂടിങ്ങോട്ട് വരും, അത് മുഴുവൻ നമുക്കിവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ തിരിച്ച് പാക്ക് ചെയ്ത് കുറെ ഉണ്ടാക്കി ആമസോണിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ തിരിച്ചയക്കേണ്ടി വരുന്ന പോലെ കുറെ ചൂട് നമ്മൾ റേഡിയേറ്റ് ചെയ്ത് ഇത്ര വേണ്ട ഞങ്ങൾക്ക് എന്ന് സൂര്യനോട് പറയും. ബാക്കിയുള്ള നമ്മൾ ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ തകിടം മറിച്ചിട്ട് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെയും അളവ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഇതിവിടെ കുടുങ്ങിക്കണം. ചൂട് അങ്ങോട്ട് പോകണ്ട. ബസ്സുകളൊക്കെ കൂടി എന്താണ് ആക്സിഡന്റ് ആയപ്പോ നിങ്ങളുടെ പുതിയ ബൈപ്പാസിൽ കുടുങ്ങിയതുപോലെ ഈ ചൂട് ഇവിടെ കുടുങ്ങിക്കിടക്കും. ആ കുടുങ്ങിക്കിടക്കുന്നത് വെറുതെ അല്ല, ചൂടിന്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. ചൂട് കൂടിയാൽ എന്ത് പറ്റും? വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും ഐസ് ഉരുകും അന്റാർട്ടിക്കയിലെ ആർട്ടിക്കയിലും, കടൽ ഉയരം കൂടും. ഇത് മാത്രമൊന്നല്ല, ഓരോ കാര്യവും ചൂടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചൂട് അല്പം കൂടിയാൽ നെല്ല് വിളയോ? ചൂട് അല്പം കൂടിയാൽ പച്ചക്കറി ഉണ്ടാവോ? ചൂട് കുറഞ്ഞാൽ ഉണ്ടാവോ? കൃത്യമായ താപനിലയിൽ വളരുന്ന സസ്യങ്ങൾ, താപനിലയിൽ ജീവിക്കുന്ന ജീവികൾ, ഇതെല്ലാം തകിടം മറിയാണ്. ഇപ്പൊ പല സ്ഥലത്തും കാണുന്ന എക്സ്പെരിമെന്റുകള്, കാർഷിക എക്സ്പെരിമെന്റുകൾ കാണിക്കുന്നത് ഒരു മനോഹരമായ ഓറഞ്ചുകൾ അല്ലെങ്കിൽ ആപ്പിളുകൾ ഉണ്ടായിരുന്ന ഹിമാചൽ പ്രദേശത്ത് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ താപനിലയിൽ ഉണ്ടാവുന്ന വ്യത്യാസം മാത്രമല്ല, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാലാവസ്ഥ. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മഴയെ പ്രതീക്ഷിച്ചിരിക്കും, വരുന്നത് മഞ്ഞായിരിക്കും. ചെറിയൊരു മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതുപോലത്തെ അൺപ്രഡിക്റ്റബിലിറ്റി ഇൻ ദ ക്ലൈമറ്റ്, കാലാവസ്ഥയിൽ വരുന്ന വലിയ വലിയ തകിടം മറിച്ചിലുകൾ, അതാണ് കാലാവസ്ഥ. അതിന്റെ കാരണവും ഇതിന്റെ അടിത്തറയിലേക്ക് പോയി കാണാൻ പറ്റുന്ന നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എല്ലാത്തിനെയും കൺസ്യൂം ചെയ്യുന്ന ഒരു സ്വഭാവം. നമുക്ക് കൺസ്യൂം ചെയ്യാം, പക്ഷേ കൺസ്യൂം ചെയ്യുന്നതിന് ഒരു സാമാന്യ മര്യാദ വേണ്ടി. എല്ലാം ഇങ്ങനെ എന്താ പറയാ, ഒരിക്കലും വിശപ്പടങ്ങാത്ത ഒരു മൃഗത്തിനെ പോലെ, അങ്ങനെ പല കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും വിശപ്പടങ്ങാത്ത ഒരു ജീവിയെ പോലെ കിട്ടുന്നത് മുഴുവനെ പോക്കി കഴിക്കുന്ന ഒരു ജീവി. എന്താ പറ്റുക? അതിന്റെ പല നിങ്ങള് എർത്ത് ഓവർഷൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺസംഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിന് ആനുപാതികമായിട്ട് കുറച്ച് പണമുള്ള ഒരാള് പണം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓരോ ദിവസവും ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പണം ഒരു 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, 10,000 വെച്ച് ഓരോ മാസം എടുത്ത് തകിടം മറിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ എത്ര മാസത്തിൽ 10 മാസം കൊണ്ട് തീർന്നു. ബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്യാ? ആ പണം അവിടെ ഇട്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ഉപയോഗിക്കുക. അപ്പൊ അവിടെ കിടക്കും അതിനാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാ. സ്ഥായിത്വം, സ്ഥിരമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടുന്ന തരത്തിൽ പ്രകൃതിയിലെ വിഭവങ്ങൾ. മീൻ പിടിക്കാം, പക്ഷേ മീൻ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള മീൻപിടുത്ത രീതികൾ ഉപയോഗിച്ചു മീൻ കുഞ്ഞുങ്ങളെ അടക്കം, മീൻ മുട്ടയടക്കം വലിച്ചു വാരുന്ന പേഴ്സിയൻ മലകളെ കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ്. അതാണ് നമ്മുടെ ട്രോളിംഗ് നിരോധനത്തിന്റെ ഒക്കെ തത്വം. വിശദാംശങ്ങളിലേക്ക് പോകാൻ എല്ലാത്തിനും ഞാൻ പോകുന്നില്ല. അപ്പൊ അതടക്കം എങ്ങനെ മീൻ പിടിക്കണം, എങ്ങനെ കൃഷി ചെയ്യണം, എന്തൊക്കെ തരം ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നോക്കാതെ കിട്ടുന്നതൊക്കെ അതേപടി. അതുകൊണ്ട് എന്ത് പറ്റും? ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാവുന്ന വിഭവങ്ങൾ ഇപ്പൊ എർത്ത് ഓവർഷൂട്ട് ഡേ സാധാരണ ഓഗസ്റ്റിലാണ് വരുന്നത്. ഓഗസ്റ്റ് 22, കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 20. എർത്ത് ഓവർഷൂട്ട് പറഞ്ഞാൽ ആഗസ്റ്റ് മാസം ആവുമ്പോഴേക്ക് ഡിസംബർ 31, ആഗസ്റ്റ് 22 ആവുമ്പോഴേക്ക് ഡിസംബർ 31 വരെയുള്ള ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ തീർന്നു കഴിഞ്ഞു. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ. അപ്പൊ ശരിക്കും എന്ത് വേണം? നമുക്ക് ഉള്ള ഭൂമി മതിയാവില്ല, ഒന്നിലധികം ഭൂമി വേണം. അത് ലോകത്തിന്റെ ചില രാജ്യങ്ങളുടെ ഉപഭോഗ രീതി. അമേരിക്ക ഇന്ന് ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് എല്ലാ ലോക രാജ്യങ്ങളും ഉപഭോഗം നടത്തണമെങ്കിൽ തീറ്റയും വിവിധ സാധനങ്ങളുടെ ഉപയോഗം അമേരിക്കക്കാർ ചെയ്യും. നമ്മുടെയൊക്കെ ആഗ്രഹം അമേരിക്കക്കാരെ പോലെ അതുപോലെ ആവാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത്, കേൾക്കുന്നുണ്ടോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശരി. ഇടയ്ക്ക് സംശയം വരിക. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരു ഭൂമി മതിയാവില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു ഒറ്റ ഭൂമിയാണ്. പക്ഷേ
നമ്മൾ ഇതുപോലെ പെരുമാറാൻ തുടങ്ങിയാൽ തോന്നിയ പോലെ ഭക്ഷിക്കാനും തോന്നിയതൊക്കെ ഭക്ഷിക്കാനും തോന്നിയ സ്ഥലത്തൊക്കെ മരം വെട്ടി കാട് തെളിച്ച് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടം പോലെ മീൻ പിടിക്കാനും ഒക്കെ തുടങ്ങിയാൽ ഒരു ഭൂമി മതിയാവില്ല, 2 or 3 ഭൂമികൾ വേണ്ടി വരും. ആകെയുള്ളത് ഒരു ഭൂമി, വേണ്ടത് 3 ഭൂമി. അപ്പൊ എന്ത് ചെയ്യും? പതുക്കെ ദിനോസാറുകൾക്ക് സംഭവിച്ചതന്നെ നമുക്ക്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വസ്തുതകൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ പേര് തന്നെ ആന്ത്രോപോസീൻ എന്നാണ്. എന്താ ആന്ത്രോപോസീൻ എന്ന് പറഞ്ഞാൽ? ആന്ത്രോ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട. ഈ കാലഘട്ടത്തിലെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സർവ മേഖലകളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് കാണാവുന്നത് മനുഷ്യന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് ഈ യുഗത്തെ ആന്ത്രോപോസീൻ യുഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ പെരുമാറ്റം അത് മിക്കവാറും തെറ്റായ തരത്തിലുള്ള പെരുമാറ്റം. അവന്റെ ഇടപെടലുകൾ മറ്റ് ആരുമില്ല ഈ പ്രകൃതിക്ക് അവകാശി എന്ന് പറഞ്ഞ ഒരു വിശ്വാസമായിട്ട് അവൻ മുന്നോട്ട് പോകും. എനിക്ക് നമ്മൾ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല എത്രയോ പ്രാവശ്യം നമ്മൾ മാത്രമേ അവകാശികൾ. 1. 2, നമ്മൾ തന്നെ മനുഷ്യരാണെങ്കിൽ നമ്മുടെ മാത്രമാണ് ഇപ്പൊ ജീവിക്കുന്ന പ്രായമായ അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരുടെ മാത്രമാണ് പ്രകൃതി അല്ല. ഇത് വരാനുള്ള മുഴുവൻ തലമുറയുടെയും. അതാണ് നമ്മുടെ ഗ്രത്ത തുൻബർഗ് ഒക്കെ നിങ്ങളുടെ കഴിഞ്ഞ ബ്രോഷറിൽ മനോഹരമായിട്ട് പ്രകൃതിക്ക് വേണ്ടി പോരാടുന്ന യുവാക്കളുടെയും യുവതികളുടെയും ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ഗ്രത്ത തുൻബർഗ്. അമേരിക്ക UN അസംബ്ലി ജനറൽ അസംബ്ലിയിൽ അവർ പറഞ്ഞ പ്രസംഗത്തിലെ വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പ്രധാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് അവർ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമല്ല വരുന്നത്, ഞങ്ങളുടെ ബാല്യത്തെ ഞങ്ങളുടെ അവകാശങ്ങളെ മുഴുവൻ കുട്ടിച്ചോറാക്കിയ ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരോട് അവർ പറഞ്ഞു. നമുക്കും പറയാൻ കഴിയണം. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ അടങ്ങുന്ന തലമുറ കുറ്റബോധത്തോടു കൂടിയാണ് കുട്ടികളെ നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് ജീവിക്കാനുള്ള പ്രകൃതി സമ്പത്താണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ ഏറ്റവും ശക്തമായി സംഘടിക്കേണ്ടതിന്റെ അംബാസഡർമാരായിട്ടും പോരാളികളായിട്ടും മാറേണ്ടത് നിങ്ങളാണ്. ഒരുപാട് സമയം എടുക്കുന്നില്ല ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ആദ്യം ഇത് നമ്മൾ തിരിച്ചറിയുക. ഈ നടത്തുന്ന പരാക്രമം, പ്രകൃതിയോട് നടത്തുന്ന ഈ ഗുസ്തി നമ്മളോട് നടത്തും. നമ്മുടെ കാലിലേക്കാണ് ഓരോ വെട്ടും. ഓരോ മരത്തിന് വെട്ടുമ്പോഴും നമ്മുടെ ശരീരത്തിലാണ് വെട്ടുകൊള്ളുന്നത് മനസ്സിലാക്കുക. ഒരു പ്ലാസ്റ്റിക് സഞ്ചി വലിച്ചെറിയുമ്പോൾ നമ്മുടെ പ്രകൃതിയിലാണ്, നമ്മുടെ സ്വന്തം വീട്ടിലാണത് തകരാറുണ്ടാക്കുന്നത് നോക്കണം. പ്ലാസ്റ്റിക് സഞ്ചിയില് ജൈവമാലിന്യങ്ങൾ മുഴുവനെ ഒരുമിച്ച് കൂട്ടി തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു വിനോദമാണ്. ഇതൊരു മണ്ടത്തട്ടുവാണ്. അയ്യയ്യ എന്താണ് വിവരക്കേട് കാണിക്കുന്നത് അങ്കിളെ എന്ന് സ്നേഹത്തോട് മതി സ്നേഹം ചേർത്ത് പറയാൻ നമുക്ക് കഴിയും. കാരണം അത്തരത്തിലുള്ള കൊച്ചു കാര്യങ്ങളിൽ വരെ ഗ്ലോബലി ആക്ട് ലോക്കലി മാത്രമല്ല ആക്ട് ഇൻഡിവിജ്വലി ഓൾസോ. നമ്മള് വിഷയങ്ങൾ ഓരോന്നും പഠിക്കുകയും പരീക്ഷ എഴുതി മാത്രം ചെയ്താൽ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ മുതൽ, ഇന്ന് മുതൽ, ഇപ്പൊ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ എന്റെ പ്ലേറ്റിൽ ഒരൊറ്റ സാധനം വേസ്റ്റ് ആവില്ല എന്ന് ഓർക്കുന്നത്. ആവശ്യമുള്ളത് വാങ്ങിയാൽ മതി. 2 വാങ്ങിച്ചോളൂ, 3 വാങ്ങിച്ചോളൂ. എന്തിനാ കളയുന്ന സമയത്ത് 2 കാര്യം ഓർമ്മ. ഈ വേസ്റ്റ് പ്രകൃതിക്ക് അപകടമായി. 2, ഭക്ഷണം കിട്ടാത്ത എത്രയോ ലക്ഷം കോടി മനുഷ്യർ ഈ എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ആ പട്ടിണി നമ്മൾ കാരണം ഉണ്ടാവരുത്. അത്രയും ബാക്കി വന്നാൽ അവ എങ്ങനെയെങ്കിലും അവരിലേക്ക് എത്തില്ലേ, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചു കൊടുത്തൂടെ? അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പോലെ അതേപോലെ പ്ലാസ്റ്റിക് സഞ്ചി എന്തിനാ തുണി സഞ്ചി കൊണ്ടുപോയിക്കൂടെ? മനോഹരമായ തുണി സഞ്ചികൾ. ഇനി നേരത്തെ പറഞ്ഞില്ല, ചില പ്രശ്നങ്ങൾ പരിഹരിക്കുക. എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ചിലതിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കണ്ടുപിടിക്കാൻ ആരാ കണ്ടുപിടിക്കുക? നമുക്ക് എല്ലാവരും കൂടി കണ്ടുപിടിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും കെട്ടിയിറക്കി പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നതല്ല. നമ്മൾ പ്രചരിപ്പിക്കണം, പ്രവർത്തിക്കണം. ഇന്നോവേഷൻസ് എങ്ങനെയാണ് മാലിന്യം ഇപ്പൊ സംസ്കരിക്കാൻ ആലപ്പുഴ ജില്ലയിലൊക്കെ പുതിയ ഒരുപാട് രീതികളുടെ കുറിച്ച് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാലിന്യം കൂട്ടിയിടരുത്. ചോറും കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും താലമുടിയും
ടിഷ്യൂ പേപ്പർ ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നില്ല. പക്ഷെ നേരെ മറിച്ച് സെഗ്രിഗേറ്റ് ചെയ്തു, ഓർഗാനിക് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി കമ്പോസ്റ്റ് ആക്കി മാറ്റി, സുന്ദരമായിട്ട് ആ കമ്പോസ്റ്റ് വളം ഉപയോഗിച്ചിട്ട് പച്ചക്കറി കൃഷി നടത്തി. പേപ്പർ വേസ്റ്റ് ഉണ്ട്, അതില് ആ പേപ്പർ വേസ്റ്റ് ചിലത് പുനരുപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും, ചിലത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് പേപ്പർ ആക്കാൻ പറ്റും. ഗ്ലാസ് ഭൂരിഭാഗം പേപ്പർ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. കട്ടി കൂടിയ പ്ലാസ്റ്റിക് ചിലർക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. തിൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം. നമ്മുടെ വീട്ടിനകത്തേക്ക് നമ്മളോ നമ്മുടെ വീട്ടുകാരോ അത് കയറ്റില്ലെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ പറഞ്ഞ കുട്ടികൾ സമരം ചെയ്യണം, വീട്ടില് സ്നേഹപൂർവമായ സമരം. അച്ഛനോട് നമ്മോട് പറയണം, നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കയറ്റത് നമ്മുടെ അഭിമാനം. അങ്ങനെ ഓരോ കുട്ടിയും വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടായി, ആ വീട് അടുത്ത വീട്ടിലേക്ക് നീങ്ങും, ഒരു പഞ്ചായത്ത് മുഴുവനായി. അങ്ങനെ പ്ലാസ്റ്റിക്കിനോട് വിടപെടുന്ന പഞ്ചായത്തുകൾ കേരളത്തിന്റെ ആലപ്പുഴയിൽ പോലും കാണും. അങ്ങനെ നമ്മള് ഇത് ക്ലാസ്സിലുള്ള വിഷയത്തിനെ വലിച്ചിറക്കി നമ്മുടെ ജീവിത പ്രശ്നമാക്കി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ സംഘടനയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ ആർമിയുടെ സഹായത്തിൽ നിന്നിട്ടാണ് നമുക്കൊരു നല്ല ഗ്രീൻ കോൺഗ്രസ് ആണ്. എന്താണ് അവിടെ ചെയ്യേണ്ടത്? മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടികൾ, നിങ്ങൾ വളരെ ചുറുചുറുക്കുള്ള നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള നിങ്ങൾ ഇന്ന് നടത്തുന്ന ഇന്നോവേഷൻസ് നമുക്ക് എക്സിബിറ്റ് ചെയ്യാം. അതിൽ നല്ല ഒന്നാന്തരം വർക്കിംഗ് മോഡലുകൾ ഉണ്ടാവും, പ്രോസസ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ സയൻസ് എക്സിബിഷനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തെല്ലാം നമ്മള് ഈ കമ്പോസ്റ്റിങ്ങിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഇനോക്കുലം എന്നൊരു സാധനം ഉപയോഗിക്കും, ബാക്ടീരിയ ഫിക്സ് ചെയ്തിട്ടൊരു സാധനം. അപ്പോ ആ ഇനോക്കുലം കുറെ കൂടെ നന്നാക്കി എടുക്കാൻ പറ്റും, കുറെ കൂടെ ഫാസ്റ്റർ ആയിട്ട് ഡീജനറേഷൻ നടക്കുന്ന തരത്തിലാക്കാൻ പറ്റുമോ? എന്തൊക്കെ തരം ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും? പേപ്പർ ബാഗ് ചെല്ലുള്ളത്, എല്ലാ സാധനവും പേപ്പർ താഴെ പേപ്പർ ബാഗ് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? പാള ഉപയോഗിക്കാം, പാള തന്നെയാവും കവുങ്ങിന്റെ മുകളിൽ ഓല കൊണ്ടുള്ള സഞ്ചികൾ പുതുതായിട്ടുണ്ടാക്കുന്നത്. ഒരുപാട് പുതിയ ഓൾട്ടർനേറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കാം. പേപ്പർ ഉപയോഗിച്ച് പേപ്പർ ഇവിടെ ഞങ്ങളെ തിരുവനന്തപുരത്ത് നടത്തിയ എക്സിബിഷനിൽ കുട്ടികൾ മനോഹരമായിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാൽ അതിങ്ങനെ മെടഞ്ഞ് ഓല പോലെ മടഞ്ഞ് ഒന്നാന്തരം ഗ്രീൻ ബാഗ്, മറ്റേ നമ്മുടെ പച്ചക്കറി കൊണ്ടുപോകുന്ന ബാഗാണ്. പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്ന ബാഗിനൊരു കുഴപ്പമുള്ളത് അതിൽ മീൻ കൊണ്ടുപോകാൻ പറ്റും, മീനകത്ത് നനവും. അപ്പൊ ഇതൊക്കെ പ്രോബ്ലംസ്. അപ്പൊ ഇത് വേണം, ഇത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ എന്തെങ്കിലും കണ്ടുപിടിച്ചൊരു പാക്കറ്റിലാക്കി നമ്മുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഓരോന്നിലും ആൾട്ടർനേറ്റ് പ്രോജക്ട്സിന് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് നിങ്ങളൊക്കെ ജീവിക്കുന്ന ഓരോ സ്ഥലത്തായിരിക്കും. ചില ഹരിപ്പാട്ടായിരിക്കും, ചിലർ കായംകുളത്തായിരിക്കും, ചിലർ കുട്ടനാട്ടിലായിരിക്കും. ആലപ്പുഴയുടെ പല ഭാഗത്തും പല ഇക്കോസിസ്റ്റംസും പല പ്രശ്നങ്ങളും. ആ പ്രശ്നങ്ങളെ കണ്ടു തുറന്നു. ഇപ്പൊ അടുത്ത കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കുട്ടനാട്ടിലെ ആൾക്കാരോട് പല ഉപദേശകന്മാരും പറഞ്ഞു, ഡച്ച് ഗവൺമെന്റിന്റെ ഉപദേശകന്മാർ, യുനയുടെ ഏജൻസിയൊക്കെ പറഞ്ഞത് വലിയൊരു പദ്ധതിയൊക്കെ പറഞ്ഞു. അവരുടെ നാട്ടിലൊക്കെ ഹോളണ്ടിലും ഡെൻമാർക്കിലും ഒക്കെ ഏതാണ്ട് കുട്ടനാട് പോലുള്ള സിസ്റ്റംസ് ഉള്ള സ്ഥലത്ത് അവർ പറഞ്ഞ് ലിവിംഗ് വിത്ത് വാട്ടർ, വെള്ളമെടുത്തൊരു യാഥാർത്ഥ്യമാണ്. കുട്ടനാട്ടുകാർക്ക് വെള്ളത്തിനെ കുറിച്ച് അറിയാം, അവരതിലാണ് ചെയ്യും. പക്ഷേ കുറെ കൂടെ നന്നായി വെള്ളത്തിനോടൊപ്പം എങ്ങനെ ചെയ്യും, അവർക്ക് ഹൗസ് കൺസ്ട്രക്ഷൻ സ്റ്റൈൽ എങ്ങനെ മാറ്റും. കുട്ടനാട്ടിൽ ഒരുപാട് മാറ്റം വന്നത് പ്രത്യേകം നമ്മളൊരു ക്ലാസ് ആയി തന്നെ എടുക്കാൻ പറ്റും. കുട്ടനാട്ടിലെ തണ്ണീർമുക്കം ബഡ് കുട്ടനാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, കീടനാശികളുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടനാട് ഇക്കോസിസ്റ്റത്തിൽ എന്ത് മാറ്റം വന്നത് ശരിക്കും വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കണം. പക്ഷേ ഒരുപാട് ഏറ്റവും കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യമല്ല, കുട്ടനാട്ടിൽ യഥാർത്ഥത്തിൽ തോടുകളാണ്. ആ തോടുകളും പാകല റോഡുകൾ കുട്ടനാട്ടിൽ അതിൽ കുറേശ്ശേ ഉണ്ടായിരുന്നു, ഇപ്പോ നിറയെ റോഡ്. അപ്പൊ ആ റോഡ് വന്നപ്പോ എന്ത് പറ്റി? പോകാനൊക്കെ കുറച്ചു കാലത്ത് നല്ല സുഖമാണ്, പക്ഷേ അതിന് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് സിസ്റ്റത്തിനെ ഒക്കെ തകരാറാക്കി. ഈ നാച്ചുറൽ സിസ്റ്റത്തിനെ ഒരു പരിധിക്കപ്പുറം തകരാറാക്കി കഴിയുമ്പോൾ എപ്പോഴും ഇക്കോളജിയിൽ മാറി. അപ്പൊ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ ചുറ്റുപാട്ടുമുള്ള പരിധി, പെടുത്തുവക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗ്രാമഗിരിയിലുള്ള ആൾക്കാർ, അവർക്കൊക്കെ കൂടുതൽ അടുപ്പമാണ് കുട്ടനാട് നിങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളെ ആയിരിക്കണം നിങ്ങൾ നോക്കുന്നത്. മാവേലിക്കരക്കാർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതല്ലെങ്കിൽ ഹരിപ്പാടുകാർക്ക് വേറെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഓരോ പ്രദേശത്തിന്റെയും അതാണ് ആക്ട് ലോക്കലി എന്ന് പറയുന്നത്. കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നമാണ്, പക്ഷെ അത് പെരുമാറുന്നത് നമ്മുടെ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും കുട്ടികൾക്ക് പൊതുവായൊരു ധാരണ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് മനസ്സിലാക്കാം.
നിങ്ങളുടെ പ്രദേശത്ത് എങ്ങനെയാണ് മാലിന്യം സംസ്കരിക്കപ്പെടുന്നത്? എല്ലായിടത്തും ഒരുപോലെയല്ല. സെഗ്രിഗേഷൻ എല്ലായിടത്തും ബാധകമാണ്. ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാന്നുള്ളതും ശരി. പക്ഷെ അത് ചെയ്യുന്ന രീതി ഓരോ സ്ഥലത്തും ഓരോപോലെയായിരിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളോട് ഞാൻ പതുക്കെ അവസാനിപ്പിക്കുകയാണ്. വളരെ വലിയൊരു പ്രശ്നം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സർവ പ്രശ്നങ്ങളുടെയും ആധാരശിലയാണ് കാലാവസ്ഥ മാറ്റം, പരിസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇപ്പൊ നമ്മൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ഗവേഷകന്മാരും പറയുന്നത് കോവിഡിന് വരെ കാരണമായിട്ട് കാലാവസ്ഥ മാറ്റത്തെ കാണാൻ കഴിയും. എന്താ കാരണം? കോവിഡ് ഉണ്ടാക്കുന്നത് വൈറസാണ്. ഈ വൈറസ് നേരത്തെ ഈ വൈറസിന്റെ കാര്യത്തിൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പല വൈറസുകളും മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാത്ത വൈറസുകളായിരുന്നു. അവര് തന്നെ മൃഗങ്ങളെയൊക്കെ പുറത്ത് ജീവിച്ചങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. ആ മൃഗങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള ആവാസ വ്യവസ്ഥയ്ക്ക് നാശം സംഭവിക്കുമ്പോൾ അവർ പതുക്കെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ ആർത്തിപൂണ്ട മനുഷ്യൻ അത്തരം മൃഗങ്ങളെ കെട്ടിവലിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങും. അവിടെ നിന്നാണ് പതുക്കെ സാറിന്റെ എനിക്ക് വീണ്ടും പോയില്ലേ? അപ്പോ ഞാൻ അവസാനിപ്പിക്കാൻ പതുക്കെ ചുരുക്കത്തിൽ ഈ ഇപ്പൊ നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ വരെ, കോവിഡ് വരെ, പിന്നെ നമ്മുടെ ഇക്കോസിസ്റ്റമായിട്ടും എൻവയറൺമെന്റ് സംഭവിച്ചിരിക്കുന്ന നാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് കോവിഡായിട്ടുള്ള നമ്മുടെ പോരാട്ടം തുടരാണ്. വാക്സിൻ കണ്ടുപിടിച്ചിട്ട് കഴിയുന്നത് മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ ഇത് അവസാനമല്ല. ഇത്തരത്തിലുള്ള പലതരം ഭീഷണികളെ ഇനിയും നമുക്ക് നേരിടേണ്ടി വരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്ന ഈ പ്രശ്നത്തെ നേരിടാൻ നമ്മളൊക്കെ തന്നെ പോരാളികളായി. ചെറുപ്പക്കാരെന്ന നിലയ്ക്ക്, വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം. ഈ പ്രശ്നം നന്നായി പഠിക്കുക. ധാരാളം വിവരങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. ഒന്നാം തരം വീഡിയോകള്, ധാരാളം ലെക്ചറുകള് പലതുമുണ്ട്. അതിന്റെയൊക്കെ പിന്നെ കാര്യങ്ങൾ എനിക്ക് അറിയുന്നൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അധ്യാപകർക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്കും ധാരാളം കാര്യങ്ങൾ അറിയാം. അപ്പൊ വരുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ empower yourself, take that power to the community, your friends, schools. കുട്ടികളുള്ള വീടാണെങ്കിൽ മാസം ചിലപ്പോ 20 പാക്കറ്റോ 10 പാക്കറ്റോ കവറുകൾ വരും. ആ കവർ എടുത്ത് നമ്മൾ കൃത്യമായിട്ടൊന്ന് വെയ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഉണ്ടാകുന്ന ആ ഒരു ബ്രാൻഡിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ ടീച്ചേഴ്സായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഇതിൽ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജില്ലയിൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടത്തണം? നമ്മൾ ആദ്യമായിട്ടൊരു ജില്ല സമഗ്രമായിട്ട് ഈ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര മാസീവായിട്ടുള്ള സ്കെയിലിൽ കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു സ്റ്റഡി നടന്നിട്ടില്ല. ആലപ്പുഴയിൽ നമ്മുടെ ഏറ്റവും സ്മാർട്ടായ ടീച്ചേഴ്സ്, ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഏറ്റവും സ്മാർട്ടായ കുട്ടികളും കൂടിയാണ് ഈ ഒരു ക്യാമ്പയിനിൽ നടത്തുന്നത്. അതിലൂടെ വരുന്ന ഡേറ്റ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുക്കും, എൻവറോൺമെന്റൽ സെക്രട്ടറിക്ക് കൊടുക്കും, സിവിൽ കമ്മീഷൻ ഡയറക്ടർക്ക് കൊടുക്കും, നമ്മളെ പൊല്യൂഷൻ ബോർഡ് ചെയർമാന് കൊടുക്കും, ഒബ്വിയസ്ലി നമ്മൾ CMനും പ്ലാനിംഗ് ബോർഡിനും ഒക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. നമ്മൾ റോഡ് സെൻസ് നടത്തുമ്പോൾ റോഡിൽ ഉണ്ടാകുന്ന അക്യുമുലേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഇതാണ്. 1 കിലോമീറ്റർ റോഡിൽ, 1 മീറ്റർ റോഡിൽ ഇത്രയും പ്ലാസ്റ്റിക്കുകൾ ഇന്ന ബ്രാൻഡിൽ നിന്നുണ്ടാകുന്നു. ഇതിന്റെ ഫേസ് ഇങ്ങനെയാണ്, കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് വേൾഡ് ഓവർ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേര് ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ. അതിന്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂളുകൾ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടൊരു പ്രിലിമിനറി എക്സൽ ഷീറ്റിന്റെ ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രാൻഡ് ഏതാണ്, ബ്രാൻഡ് നെയിം, മാനുഫാക്ചർ ആരാണ്, ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കൃത്യമായ ഒരു ചാർട്ട് നിങ്ങൾക്ക് തരും. ആ പ്ലാസ്റ്റിക്കിന്റെ ഒരു സിംബൽ അവിടെ ഉണ്ടാവും. #1, #2, #3
എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു പോകുന്ന ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 പ്ലാസ്റ്റിക്കുകൾ എന്തൊക്കെയാണ് എന്നതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ, അതിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ MRP അറിയാം, സൈസ്, കിലോഗ്രാം, എത്ര വെയിറ്റ് എന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറല്ല, ഒട്ടനവധി പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ ഒരുമിച്ച് കൊടുത്താലേ നമുക്ക് കൃത്യമായിട്ട് വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ വില്ലേജ് എന്താണ്, പഞ്ചായത്ത് ഏതാണ്, വാർഡ് ഏതാണ്, പ്ലസ് നമ്മുടെ GPS കോർഡിനേറ്റ് എന്താണ്, നമ്മളിതെല്ലാം ഒരു GIS മാപ്പിൽ പ്ലോട്ട് ചെയ്യും. ആ മാപ്പിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കൂട്ടുകാരുടെയും വീടുകൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ള വലിയ കുടുംബങ്ങളുണ്ടാവും, ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒരു മോനോ മോളോ മാത്രമുള്ള ചെറിയ കുടുംബങ്ങളായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഇൻഫർമേഷനും കൂടി നമുക്ക് കിട്ടുമ്പോൾ, നമുക്ക് അതിന്റെ ഏജ് ഗ്രൂപ്പും കൂടെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇത് മൾട്ടിപ്പിൾ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വിധേയമാക്കി ഒട്ടനവധി ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ട കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കൽ ആൾക്കാരെ നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടുവരും. ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഓരോ പ്രദേശത്തെയും കുറിച്ച്, ഫോർ എക്സാമ്പിൾ മാവേലിക്കരയുള്ള കുട്ടികൾക്ക് മാവേലിക്കരയിലെ വേസ്റ്റിനെ കുറിച്ചും, കായംകുളത്തുള്ള കുട്ടികൾക്ക് കായംകുളം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനെ കുറിച്ചും ഒക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇതിനൊരു പ്രോപ്പർ റെക്കഗ്നിഷൻ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിന് നമ്മുടെ ഈ ആലപ്പുഴയിലെ കരിയർ ഗൈഡൻസ് സെന്റർ തീർച്ചയായിട്ടും ഒരു നാഷണൽ ലെവലിലുള്ള ഒരു അംഗീകാരം നേടിത്തരുന്ന ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ കഴിഞ്ഞ സെഷനുകൾ നന്നായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഡൗട്ട് ചോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സുനിൽ സാറ്, നിഷ ടീച്ചർ, മിനി ടീച്ചർ തുടങ്ങിയ പ്രഗത്ഭരായ ഒട്ടനവധി ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഇത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പോലെ ഒരു ഏരിയയിൽ ഒരു ഗ്രൂപ്പിന്, നമ്മുടെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന സ്റ്റൈലിൽ പോകണം, ഞങ്ങൾക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഈ ഡേറ്റ ഇൻസ്റ്റന്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകണം എന്ന് തോന്നുന്ന ഗ്രൂപ്പിന് കൃത്യമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ നമ്മൾ നേരെ കണക്ട് ചെയ്ത് തരും. ഇതില് സ്കൈ ഈസ് ദ ലിമിറ്റ്. നമ്മുടെ ഓരോ ആൾക്കാർ വരച്ച വരയിലൂടെ പോകും മാത്രമല്ല, ആ ഡേറ്റ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് ഇപ്പോൾ ഒരാള് ഫുഡ് വേസ്റ്റിനെ കുറിച്ച്, ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത പോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടാൻ പറ്റും. ഫുഡ് നമ്മൾ എത്ര വേസ്റ്റ് ആവുന്നു എന്നുള്ള ഇൻഫർമേഷൻ, ഓർഗാനിക് വേസ്റ്റ് എത്ര വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്ന ഫുഡ് മാത്രമാണോ, വീട്ടിന് മുമ്പിലുള്ള കരിയിലെയും ഇതിന്റെ വീട്ടില് ചെടികളുണ്ടെങ്കിൽ അതിന്റെ പാഴായി പോകുന്ന വസ്തുക്കളും, മാവുണ്ടെങ്കിൽ അതിന്റെ താഴെ വീഴുന്ന മാങ്ങയും പ്ലാവിലെ വീഴുന്ന ചക്കയും ഉൾപ്പെടെ ഒട്ടനവധി ജൈവ വസ്തുക്കള് നമ്മുടെ ഒരു മേ ബി 5 സെന്റുള്ള ഒരു വീടിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാവുന്നുണ്ടാവും. അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യും. സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് കാര്യങ്ങളെ എങ്ങനെ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. മുതിർന്ന കുട്ടികളായി 11, 12 ക്ലാസ്സിലെത്തിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ തന്നെ ചേട്ടന്മാരും ചേച്ചിമാരും ആണ് ലീഡ് ചെയ്യേണ്ടവരാണ്. നിങ്ങളെ വളരെ പ്രതീക്ഷയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് എനിക്ക് താഴെയുള്ള കുട്ടികളൊക്കെ കാണുന്നത്. അപ്പോ നിങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പ്രാപ്തരാണ്. നാളത്തെ ISROയുടെ സയന്റിസ്റ്റുകളാവാം, നാളത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാവാം, നാളത്തെ പരിസ്ഥിതി പ്രവർത്തകരാവാം, നാളത്തെ ഡോക്ടർമാരോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഒട്ടനവധി ഏറ്റവും നല്ല വ്ളോഗേഴ്സോ ഏറ്റവും നല്ല ഫിലിം ഡയറക്ടേഴ്സോ ഒക്കെ നിങ്ങൾ ആയി തീരേണ്ട കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഒബ്സർവേഷൻ, അനാലിസിസ്, കാൽക്കുലേഷൻ, എക്സ്ട്രാപോളേഷൻ ഇങ്ങനെ തുടങ്ങി കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് മെത്തഡോളജി എന്താണ് എന്ന് പഠിക്കുന്നതിനുള്ള അവസരം കൂടിയാണ്. നിങ്ങളെ എല്ലാത്തരം സംശയങ്ങളും ചോദിക്കുക. നമുക്ക് ഏറ്റവും നന്നായിട്ട് തുടങ്ങാൻ പറ്റിയ ഫെബ്രുവരി 1 മുതൽ നമുക്ക് തുടങ്ങാം. ജനുവരിയിൽ നമ്മൾ തുടങ്ങിയിട്ട് ആദ്യത്തെ അസൈൻമെന്റ് ഇതിലേക്കാണ് വരുന്നത്. പക്ഷെ ഈ ഒരു അസൈൻമെന്റ് തന്നെ ഒരു മൾട്ടിപ്പിൾ അസൈൻമെന്റ് തലത്തിലേക്ക് പോകാം. ഓരോ ടീം ലീഡേഴ്സും, നമുക്ക് വളരെ നല്ല ടീച്ചേഴ്സും 2 ടീച്ചേഴ്സും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അവർ വിചാരിക്കുന്ന അത്ര മേ ബി നമ്പർ ഓഫ് 150 കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഓരോ ടീച്ചേഴ്സിനും അവിടെ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ടീച്ചർ പറഞ്ഞതുപോലെ ആ ഒരു ടീമിന്റെ അണ്ടറിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് ഒരു പ്രദേശത്തെ കൃത്യമായി മാറ്റിയെടുക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് തന്നെ നിങ്ങളിലൂടെ നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഡിസ്ട്രിക്ട് തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരവസ്ഥ, ഒരു റിസൾട്ടിലേക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം നമ്മൾ എത്തുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ചോദിക്കുന്നത്, അയ്യോ സാറിന്റെ ജില്ലയിൽ ടീച്ചർമാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, സാറിന്റെ ജില്ലയിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എല്ലാ ജില്ലയിലെയും സാറുമാരും കുട്ടികളും നല്ലവരാണ്, പക്ഷെ അവരെക്കാൾ കുറച്ച് സ്മാർട്ടാണ് ആലപ്പുഴയിലെ ടീച്ചർമാരും കുട്ടികളും. അപ്പൊ നമ്മള് ടീച്ചർമാരും കുട്ടികളിലൂടെ നമ്മള് ഈ നമ്മുടെ സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയെ ഒരു മാതൃകയാക്കും. നമ്മള് ചേർത്തല താലൂക്കിനെ, ചേർത്തല മുനിസിപ്പാലിറ്റിയെ, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ, കായംകുളം മുനിസിപ്പാലിറ്റിയെ, കുട്ടനാട് മുനിസിപ്പാലിറ്റിയെ, ഒട്ടനവധി 72 പഞ്ചായത്തുകളുണ്ട്. ഓരോ പഞ്ചായത്തിനെയും പഞ്ചായത്ത് അധികൃതരൊക്കെ അവർക്ക് എന്താ മാലിന്യം എന്ത് ചെയ്യണമെന്ന് അറിവുള്ളവര് വിരലിലെണ്ണാവുന്നവര് 4-5 പഞ്ചായത്തിന് മാത്രം അങ്ങനെ മാലിന്യ സംസ്കരണത്തിൽ ഫോക്കസുള്ളൂ. നമ്മളിത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ കുട്ടികളും നമ്മുടെ പഞ്ചായത്തിനെ അഡ്വൈസ് ചെയ്യും, നമ്മുടെ ബ്ലോക്കിനെ അഡ്വൈസ് ചെയ്യും, നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ അഡ്വൈസ് ചെയ്യും. അവരൊക്കെ ഈ സെഷനിലേക്ക് വരാൻ വളരെ താല്പര്യമുണ്ട്. വെറുതെ ഒന്നുമില്ല. ഈ ഒരു സ്റ്റഡിയിലൂടെ ഫെബ്രുവരി അവസാനം ആകുമ്പോഴേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ, ഫസ്റ്റ് മന്തിലെ ഡേറ്റ നമ്മൾ കൊടുക്കും. നമ്മൾ IIT-യിലും IISc-യിലും എഞ്ചിനീയറിംഗ് കോളേജിലുമുള്ള പ്രഗത്ഭരായ അധ്യാപകരെ കൂടി നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. അവരുടെ കമന്റുകളോടുകൂടി നമ്മൾ നമ്മുടെ ഈ അനാലിസിസും അടുത്ത മാസം കണ്ടിന്യൂ ചെയ്യും. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് 2-3 മാസത്തിൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂ ഇംപ്രൂവ് ചെയ്ത് പെർഫെക്റ്റ് ഡേറ്റകളാക്കി നമ്മൾ കൃത്യമായി നമ്മുടെ ഈ മാറ്റം, നമ്മുടെ സാമ്പത്തികമായ ഉന്നതി, നമ്മുടെ GDP ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം, നമ്മുടെ ഡെറ്റ് ഫിൽ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കൺസപ്ഷൻ പാറ്റേൺ മാറും. കഴിഞ്ഞ കൊല്ലം നമ്മൾ എത്ര പ്ലാസ്റ്റിക്കുകളുടെ ഉപഭോഗത്തോടൊപ്പം നമുക്ക് കൊണ്ടുവന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും ഇക്കൊല്ലം. ഇതിനേക്കാൾ കൂടുതലായിരിക്കും 2022-ല്. 25 ആകുമ്പോഴേക്ക് അതിനേക്കാൾ കൂടും. സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലങ്ങളിലെ ഈ ഗ്രോത്തിന്റെ പ്രോഗ്രസ് നമുക്ക് കിട്ടും. നമുക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റും 2030 ആകുമ്പോഴേക്ക്. ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരും വലിയ ജോലിക്കാരും ഒക്കെ ആയിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോഴേക്ക് അവർക്ക് എത്ര വലിയ പ്ലാസ്റ്റിക് മാലിന്യ ഭീകരതയായിരിക്കും നേരിടേണ്ടി വരിക. എത്ര ശക്തമായി അവരിപ്പോ തന്നെ ഈ ഒരു പോളിസി മേക്കിങ്ങില്, പോളിസി ഇംപ്ലിമെന്റേഷനില്, വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങില് ഇടപെട്ടില്ല എങ്കിൽ അന്ന് അവരുടെ കുഞ്ഞുങ്ങളും അവരും എത്രമാത്രം കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും എന്നൊക്കെ ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് എനിക്ക് 5 മിനിറ്റ് തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ കുട്ടികളെ, നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്, നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളിലൂടെ പുതിയ വിജയങ്ങൾ കൈക്കൊള്ളാം. ഓരോ ടീച്ചറിനും ഓരോ ടീച്ചറിനും ഏറ്റവും അഭിമാനം അവരുടെ കുട്ടികൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, പുതിയ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നു, പുതിയ പുതിയ ലോറൽസ് അവർക്ക് നേടിയെടുക്കുന്നു. അത് കാണുമ്പോൾ മനസ്സ് നിറയുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി കൈകൊട്ടുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങളുടെ ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിന്റെ പാർട്ടാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷത്തോടെയാണ് ഞാൻ. താങ്ക് യു സർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രോജക്റ്റ് കേൾക്കുന്ന ഓരോ ആളിലും കൃത്യമായി എത്തുന്ന രീതിയിൽ സാർ അത് വിശദീകരിച്ചു എന്ന് മാത്രമല്ല, കേൾക്കുന്നവരെല്ലാവരെയും ഒരുപോലെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള സാറിന്റെ സവിശേഷമായ സംസാരം വളരെ അഭിനന്ദനീയം തന്നെയാണ്. ഈ പരിപാടി അതിന്റെ സമാപനത്തോടടുക്കുകയാണ്. ഇനി നന്ദി അർപ്പണമാണ്. നമ്മുടെ ഈ പദ്ധതി കരിയർ ഗേൾസ് ആൻഡ് അഡോളസന്റ് കൗൺസിൽ സെല്ലിലെ സൗഹൃദ കോർഡിനേറ്റർമാരിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ, നിർണായകമായ ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ആത്മാർത്ഥതയോടെയും ചുറുചുറുപ്പോടെയും നിർവഹിക്കുന്നയാളാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവൻവറിലെ സൗഹൃദ കോർഡിനേറ്ററായ രശ്മി ടീച്ചർ. നമ്മുടെ കോർ ഗ്രൂപ്പിലെ അംഗമാണ്. രശ്മി ടീച്ചറിനെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കും. നന്നായിട്ട് കേൾക്കാം. അലക്സാണ്ടർ എലീസ് അവർ, നമ്മുടെ CGSE-യുടെ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ മാത്തൂർ, അതുപോലെ വിഷയം അവതരിപ്പിച്ച ധർമ്മേഷ സാർ, കൃഷ്ണകുമാർ സാർ, ബിജു സാർ, വരദ ടീച്ചർ, മിനി ടീച്ചർ, നിച്ച ടീച്ചർ, ഷിഹാദ് സാർ, പ്രേമ ടീച്ചർ,
എല്ലാ സൗഹൃദ കരിയർ കോർഡിനേറ്റർമാർ, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ചുറുചുറുക്കുള്ള ആലപ്പുഴ ജില്ലയിലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ആലപ്പുഴ ജില്ലാ ഭരണകൂടവും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ ആലപ്പുഴയും ചേർന്ന് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യുവതലമുറയെവൽക്കരിക്കാൻ ഒരു പ്രകൃതി സംരക്ഷണ പോരാളികളായി മാറുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് 2-3 ആഴ്ചയായിട്ട് ഇവിടെ നടന്നു വരുന്നത്. സത്യത്തിൽ ഈ പ്രകൃതിയിൽ എന്റെയോ നിങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ ഇല്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പോകും. ഒരുപക്ഷെ ഇതിനെക്കാട്ടിലും മനോഹരമായി പോകും. കാരണം പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാതെ പല മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി പോകും. പക്ഷെ ഈ പ്രകൃതി ഇല്ലെങ്കിൽ, നമ്മൾ ഇവിടുത്തെ വായു വെള്ളവും ഇവിടുത്തെ വിഭവം ഒന്നും ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാതെ നമ്മൾ പ്രകൃതിക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ പ്രകൃതിക്കെതിരെയുള്ള നമ്മുടെ ഈ പടവെട്ടൽ സ്വയം നമ്മുടെ നേർക്കാണെന്നുള്ള സത്യം മണ്ടന്മാരായിട്ടുള്ള നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളിത് മനസ്സിലാക്കി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തില്ല ഉണ്ടെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് വെള്ളവും വായുവും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എപ്പോഴും നമ്മൾ തന്നെ മരിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ നേതൃത്വം നൽകുന്ന സൗഹൃദ ക്ലബ്ബ് വഴി നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ നാട്ടിലേക്കും അതുപോലെ തന്നെ അതുവഴി തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് സംസ്ഥാനം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് വ്യാപിക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു പ്രകൃതിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന ആജ്ഞയോടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാണ്. നമ്മുടെ കഴിഞ്ഞ മീറ്റിങ്ങുകളിലെല്ലാം നമ്മുടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരുപാട് തിരകൾ, രോഗവും മറ്റു ഒരുപാട് രോഗം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ജില്ലയുടെ മുഴുവൻ നേതൃത്വം നൽകുന്ന ആളാണ്. എങ്കിലും അദ്ദേഹം കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നെങ്കിലും തിരക്ക് മൂലമായിരിക്കും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ എങ്കിലും നമുക്ക് നമ്മുടെ CG and AC സെല്ലിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തെ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ CG and AC സെല്ലിന്റെ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ സാറിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ജില്ലയിലെ എല്ലാ പരിപാടികളും നടന്നു പോകുന്നത്. എല്ലാ കാര്യത്തിലും സാറിന്റെ നല്ല പങ്കാളിത്തം നമ്മൾ കാണുന്നുണ്ട്. സാറിനോടും ഒരു ഔപചാരികതയുടെ പേരിൽ സാറിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിഷയം അവതരിപ്പിച്ച ധർമ്മേഷ് സാർ, അദ്ദേഹം ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അദ്ദേഹം ഉണ്ടോന്നറിയില്ല. സർ, also gratitude for your wonderful session and your esteemed presence, sir. Thank you sir very much. പിന്നെ നമ്മുടെ വിഷയം അവതരിപ്പിച്ച നമ്മുടെ കൃഷ്ണകുമാർ സാർ, ഗ്രീൻ ആർമി ഇന്റർനാഷണൽ മെമ്പറായി പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ സാർ, സാർ വളരെ മനോഹരമായി അല്ലെങ്കിൽ പുഴയൊക്കെ ഒഴുകുന്നത് പോലെ വളരെ ശാന്തമായി നമുക്ക് ചുറ്റുപാടും കാണുന്ന അവസ്ഥകളെ കുറിച്ച് വളരെ മനോഹരമായി ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ ഈസി ആയിട്ട് സാർ അത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. സാർ ഇല്ല എങ്കിലും സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ബിജു സാർ, സാറിന്റെ ഓഫീസിലും കിട്ടിയ അച്ചീവ്മെന്റും പിന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെയൊക്കെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് സാറേ എല്ലാ സമയവും സംസാരിക്കുന്ന ഒരാള് അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. സാറുടെ ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളിവിടെ പിന്തുണ അറിയിക്കുന്നു. സാറിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് കൺവീനർമാരായിട്ടുള്ള വരദ ടീച്ചർ, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ വരദ ടീച്ചർ, അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്ന ടീച്ചർ, ആലപ്പുഴ ജില്ലയുടെ ബിനി ടീച്ചർ, ചേർത്തല സബ് ജില്ലയുടെ ഷിഹാബുദ്ദീൻ സർ, ഒരു 4 പേരുടെയും ആ ഒരു കൂട്ടായ പ്രവർത്തനവും
ചുരുക്കുള്ള നേതൃത്വവും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പിന്തുണയുമാണ് ഇവരെല്ലാ കാര്യങ്ങളും തരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവരോട് സംസാരിച്ച് കൂടുതലായിട്ട് പോകുന്ന 4 കോർഡിനേറ്റർമാരാണ്. ഇവരോടും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പ്രേമ ടീച്ചർ വളരെ മനോഹരമായ ടീച്ചിങ് റിവ്യൂ ഒക്കെ അവതരിപ്പിച്ചു. വളരെ നല്ല ഭാഷയിൽ നല്ല മനോഹരമായി തന്നെ ടീച്ചർ അത് അവതരിപ്പിച്ചു. ടീച്ചറും വളരെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ ഒരുമിച്ച് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സൗഹൃദ കരിയർ കോർഡിനേറ്റർമാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുകളിലെ ഏറ്റവും നല്ല അധ്യാപകർ ഈ സൗഹൃദ കരിയർ കോർഡിനേറ്റർമാരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും കുട്ടികളുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ്. എന്ത് പ്രോഗ്രാമും അവരെ ഏൽപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനും കഴിയും. ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും പ്രത്യേകിച്ച് മാർക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നത് ഒരു സർവീസ് ആയിട്ട് തന്നെ വളരെ ആ ഒരു മനോഭാവത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് സൗഹൃദ കരിയർ കോർഡിനേറ്റർമാർ. അവരോടും ഇത്രയും നേരം പങ്കെടുത്ത് അവരോടുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഏറ്റവും അധികം നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ മക്കളോടാണ്. ഇത്രയും നല്ല ഉഷാറായിട്ട് ഇത്രയും നേരവും ഈ പരിപാടികൾ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പങ്കെടുക്കുന്ന കുട്ടികളോട് തന്നെയാണ് അവരാണ് നാളത്തെ പൗരന്മാർ. അവരാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. ആ ഉത്തരവാദിത്വം ഇവരുടെ ഈ ഇരിക്കുന്ന ചുറുചുറുക്കുള്ള നമ്മുടെ മക്കളുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ സഹകരിച്ച ആ മക്കൾ എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ താങ്ക് യു ടീച്ചർ. വളരെ കാതല സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ലൊരു നന്ദി പ്രസംഗം നടത്തിയതിന് ടീച്ചറിന് പ്രത്യേകം നന്ദി. ഒപ്പം നമുക്ക് സാങ്കേതിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കബീർ സാറ്, സൂം നൽകി ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റേറ്റ് സെല്ല്, വിശേഷിച്ച് അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ നമ്മുടെ പ്രിയങ്കരനായ അസീം സാർ, അതിന്റെ സാങ്കേതിക സഹായം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കബീർ സാറിന് പ്രത്യേകിച്ചും ഇത്രയും ദിവസവും സമയങ്ങളിലൊക്കെ സാർ നമ്മുടെ കൂടെ ഇരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ പിരിയുന്നു. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.